If two liquids of same masses but densities ρ1 and ρ2 respectively are mixed, then the density of the mixture is given by നമ്മളത് പഠിച്ചിട്ടുള്ള മിക്സ്ചറിൻ്റെ ഡെൻസിറ്റി രണ്ട് സെയിം മാസ് ആണെങ്കിൽ മിക്സ്ചറിൻ്റെ ഡെൻസിറ്റി എങ്ങനെ വരും 2ρ1 ρ2 ഡിവൈഡ് ബൈ ρ1 പ്ലസ് ρ2 അല്ലയോ. സെയിം വോളിയം ആയിരുന്നെങ്കിലോ ρ1 പ്ലസ് ρ2 ഡിവൈഡ് ബൈ 2 എന്ന് വരും. നമ്മളിത് തിയറി തൊട്ട് മുന്നേ കേട്ടതാ അല്ലയോ, നമ്മൾ മുന്നേ കേട്ടതാ, ഇതെങ്ങനെയാണ് വന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞതാ അല്ലയോ. മിക്സ് ചെയ്യുമ്പോൾ ഡെൻസിറ്റി എന്താ വരും, ഡെൻസിറ്റി എഫക്റ്റീവ് ഡെൻസിറ്റി എന്തായിരിക്കും, ടോട്ടൽ മാസ് ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം ആയിരിക്കും. ടോട്ടൽ മാസ് ഇവിടെ എന്താ, മാസ് സെയിമാ. സോ രണ്ട് ലിക്വിഡിൻ്റെയും മാസ് സെയിമാ. സോ ടോട്ടൽ മാസ് എന്ത് വരും, എം പ്ലസ് എം 2m വരും ഡിവൈഡഡ് ബൈ വോളിയം. ടോട്ടൽ വോളിയം എന്ന് പറയുമ്പോൾ V1 പ്ലസ് V2. പക്ഷേ നമുക്കറിയാം ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എന്താ, മാസ് ബൈ വോളിയം. ഓക്കെ, വോളിയം എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും, മാസ് ബൈ ഡെൻസിറ്റി ആയിരിക്കും അല്ലയോ. സോ V1 എന്ന് പറഞ്ഞാൽ മാസ് ബൈ ρ1 എന്ന് എഴുതാം. മാസ് സെയിം ആയതുകൊണ്ട് എം എന്ന് തന്നെ വിളിച്ചാൽ മതി. സോ എം ബൈ ρ1. V2 എന്ന് പറയുമ്പോൾ എന്ത് വരും, എം ബൈ ρ2 വരും അല്ലയോ. സോ എം എല്ലാം കൂടെ കോമൺ എടുത്തു കഴിഞ്ഞാൽ 1 ബൈ ρ1 പ്ലസ് 1 ബൈ ρ2 എന്ന് വരുമായിരുന്നു. എം ക്യാൻസൽ ആവും. സോ എഫക്റ്റീവ് ഡെൻസിറ്റി എന്ത് കിട്ടും, 2 ഡിവൈഡഡ് ബൈ 1 ബൈ ρ1 പ്ലസ് 1 ബൈ ρ2. ഓക്കെ, സോ ഇതുകൂടെ അറിഞ്ഞിരിക്കുക. കാരണം ഇപ്പം 3 ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നതെന്ന് വിചാരിക്കുക, മിക്സ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഈക്വൽ മാസുള്ള 3 ഫ്ലൂയിഡ് മിക്സ് ചെയ്യാമെന്നാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ ജസ്റ്റ് ഓർത്തിരുന്നാൽ മാത്രം പോരാ, അതെങ്ങനെ വന്നതെന്നും കൂടെ ജസ്റ്റ് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഒന്നുമില്ല, ടോട്ടൽ മാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം എഫക്റ്റീവ് ഡെൻസിറ്റി. ഓക്കെ, സോ മാസ് സെയിം ആയതുകൊണ്ട് ഇവിടെ ഇപ്പോൾ 3 ലിക്വിഡ് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് വന്നേനെ, എം പ്ലസ് എം 3m എന്ന് വന്നേനെ. സോ ഇവിടെ മുകളിൽ 3 വന്നേനെ ഡിവൈഡഡ് ബൈ 1 ബൈ ρ1 പ്ലസ് 1 ബൈ ρ2 പ്ലസ് 1 ബൈ ρ3 എന്ന് വന്നേനെ. ഓക്കെ, സോ അങ്ങനെ എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. ഓക്കെ, സോ രണ്ടെണ്ണം വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് താണ്ട് ഇങ്ങനെ പഠിച്ചു വെച്ചേക്കുക, 2ρ1 ρ2 ഡിവൈഡഡ് ബൈ ρ1 പ്ലസ് ρ2. ഇനി അറിഞ്ഞുണ്ടെങ്കിൽ 1 മിനിറ്റിനകത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നേ ഉള്ളൂ, എഴുതി കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ ഓക്കെ, സോ അങ്ങനെ നോക്കി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. If pressure at half depth of a lake is equal to 2/3 pressure at the bottom of the lake, then what is the depth of the lake? ഓക്കെ, ഈ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ. അതാ നോക്കിയാൽ ഒരു ലേക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ലേക്കിൻ്റെ ബോട്ടത്തിലൊരു പ്രഷർ ഉണ്ട്. സോ അതിനെ ഞാൻ എന്ത് വിളിച്ചു, PB എന്ന് വിളിക്കാം. ഓക്കെ, ബോട്ടത്തിലെ പ്രഷർ. ഇനി ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് A എന്ന് പറയുന്നത്. അങ്ങനെ എവിടെ ഉള്ള പോയിന്റ് അല്ല, ലേക്കിൽ നിന്ന് എത്ര ഹൈറ്റ്, h/2 ഹൈറ്റിലുള്ള ഒരു പോയിന്റാണ്. സോ അതിനെ A എന്ന് വിളിക്കാം. സോ അവിടുത്തെ പ്രഷറിനെ PA എന്ന് വിളിക്കാം. ഇനി നമ്മുടെ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് എന്താ, ഈ ലേക്കിൻ്റെ ഡെപ്ത് അല്ലെങ്കിൽ ഈ ലേക്കിൻ്റെ ഹൈറ്റ്. ഓക്കെ, H എന്ന് പറയുന്ന ആ ഡിസ്റ്റൻസ് ടോപ്പിൽ നിന്ന് ബോട്ടം വരെ ഉള്ളത് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുക. എങ്ങനെ ചെയ്യാം, ഈസിയാണ് ചെയ്യാനായിട്ട്, എളുപ്പമാണ് ചെയ്യാനായിട്ട്. നമുക്ക് തന്നിട്ടുണ്ട് ചെയ്യാനുള്ള കണ്ടീഷൻ. എന്താ പറഞ്ഞേക്കുന്നത്, PAയിലെ പ്രഷർ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, 2/3 ടൈംസ് ഓഫ് PB ആണെന്ന് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഫർമേഷൻ തന്നിട്ടുണ്ട് അല്ലേ. ബോട്ടത്തിലെ പ്രഷറിൻ്റെ 2/3 ആയിരിക്കും എന്തോന്ന്, ടോപ്പിലെ പ്രഷർ PA എന്ന് പറയുന്നത്. സോറി, ടോപ്പിലല്ല, h/2 ഹൈറ്റിലെ പ്രഷർ PA എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ എങ്ങനെ ചെയ്യാം, PA എന്ന് പറഞ്ഞാൽ എന്താ, PA എന്ന് പറയുന്ന പ്രഷർ എന്താ, നമുക്കറിയാം. PA എന്ന് പറയുന്ന ഒരു പോയിന്റിലെ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ, P0 പ്ലസ് h/2 ρg അല്ലയോ. കാരണം ഈ ഹൈറ്റ് എത്ര, h/2. സോ P0 പ്ലസ് h/2 ρg ഈസ് ഈക്വൽ ടു 2/3 ടൈംസ് ഓഫ് PBയിലെ പ്രഷർ എന്താ, അതും P0 പ്ലസ് എന്താ h ρg ഉണ്ടല്ലോ. ടോട്ടൽ ഹൈറ്റ് h ഉണ്ട്, h ρg. സോ അങ്ങനെയാണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാന്ന് നോക്കിയേ, P0 പ്ലസ് h/2 ρg ഈസ് ഈക്വൽ ടു 2/3 P0 പ്ലസ് 2/3 h ρg. P0 ഉള്ള ടേംസ് എല്ലാം ഒരുമിച്ച് കൊണ്ടുവരാം, എന്നിട്ട് P0 കോമൺ എടുക്കാം. സോ P0 ഇൻറ്റു എന്ത് കിട്ടും, 1 മൈനസ് 2/3 എന്ന് കിട്ടും, ഈസ് ഈക്വൽ ടു h ρg കോമൺ ആയിട്ട് എടുക്കാം. h ρg കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, 2/3 മൈനസ് 1/2 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു P0 ഇൻറ്റു 3 മൈനസ് 2 1/3. സോ P0 ഇൻറ്റു 1/3 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, h ρg ഇൻറ്റു 2/3 4 മൈനസ് 3 1/6 എന്ന് കിട്ടും, 1/6. സോ ഈ 3യും 6ഉം കൂടെ ക്യാൻസൽ ചെയ്യാൻ വേണമെങ്കിൽ 2 എന്ന് കിട്ടും. സോ h ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. h ഈസ് ഈക്വൽ ടു എന്താ, 2P0 ബൈ എന്ത് വരും, ρg എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു P0 എത്ര നമുക്കറിയാം, 1.01 × 10⁵. നമുക്ക് ഈ ഓപ്ഷൻസ് നോക്കിയാൽ 10, 20, 60, 30. അപ്പോൾ അങ്ങ് കിടക്കുന്ന ഓപ്ഷൻസ് അല്ലയോ, നല്ല ഡിഫറൻസ് ഉണ്ട് ഓപ്ഷൻസ്. സോ 1.01 നമ്മൾ ഇടേണ്ട ആവശ്യമൊന്നുമില്ല, 1 × 10⁵ എന്ന് കിട്ടാൽ മതി. ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി എത്ര, 1000 അല്ലെങ്കിൽ 10⁵. G എത്ര, 10 ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, 10 ക്യൂബും 10⁴ എന്ന് പറയുന്ന എലമെൻറ്റും ഇതും പോവും, ഒരു 10 ആവും. സോ 20 മീറ്റർ എന്ന് ആൻസർ കിട്ടും. ഓക്കെ, സോ 20 മീറ്റർ ആയിരിക്കും എന്തോന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സിമ്പിളാണ്, നമുക്ക് തന്നിട്ടുണ്ട് കണ്ടീഷൻ PA ഈസ് ഈക്വൽ ടു 2/3 PB. ഇനി PA എഴുതുക P0 പ്ലസ് h/2 ρg, PB എഴുതുക P0 പ്ലസ് h ρg. സിമ്പിൾ. ഓക്കെ, സോ നോക്കിയാൽ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ.
A rectangular film of liquid is extended from 4 cm into 2 cm to 5 cm into 4 cm. If the work done is 3 into 10 raised to minus 4 joule, then the value of surface tension of the liquid is. Okay, simple ആ ചെയ്യാനായിട്ട് നമ്മുടെ എന്താ പറഞ്ഞിരിക്കുന്നത് 4 into 2 cm, അതായത് 8 cm സ്ക്വയർ ഏരിയയിൽ നിന്നും അതിനെ എങ്ങോട്ട് മാറ്റി? ഒരു റെക്ടാങ്കുലർ ഫിലിം ഉണ്ടായിരുന്നു, 8 cm സ്ക്വയർ ഏരിയയിൽ നിന്നും അതിനെ എങ്ങോട്ട് മാറ്റി? 20 cm സ്ക്വയർ ഏരിയയിലോട്ട് മാറ്റി, അല്ലയോ? 5 into 4 20 cm സ്ക്വയർ ഏരിയയിലോട്ട് മാറ്റി. അങ്ങനെയാണെങ്കിൽ അങ്ങനെ മാറ്റാനെടുത്ത വർക്ക് ഡണ്ണ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ചോദിച്ചേക്കുന്നത് എന്താ? സർഫസ് ടെൻഷൻ. ആ ലിക്വിഡിൻ്റെ സർഫസ് ടെൻഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം അല്ലയോ, 8 cm സ്ക്വയറിൽ നിന്ന് 20 cm സ്ക്വയർ ആയത് ഏരിയ കൂടി കഴിഞ്ഞാൽ നമുക്കറിയാം എന്ത് ചെയ്യും? സർഫസ് എനർജി കൂടും. അതായത് സർഫസ് എനർജി കൂടുക എന്ന് പറഞ്ഞാൽ എന്താ? ആ കൂടിയ സർഫസ് എനർജി അല്ലെങ്കിൽ കുറഞ്ഞ സർഫസ് എനർജി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും? അത് വർക്ക് ഡൺ ആയിരിക്കും. കൂടുതലായിക്കോട്ടെ കുറവായിരിക്കോട്ടെ, എന്തായാലും എനർജിയിലുള്ള ചേഞ്ച് എന്തായിരിക്കും? വർക്ക് ഡൺ ആയിരിക്കും. നമുക്കറിയാമല്ലോ, ഒരു ഇനിഷ്യൽ എനർജി ഉണ്ടായിരുന്നു UI എന്ന് വിളിക്കുക. ഇനി ഞാനൊരു വർക്ക് ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ എനർജി എന്ത് ചെയ്തു? ഫൈനൽ എനർജിയായി UFI. സോ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ ചെയ്താൽ എന്ത് ചെയ്താൽ മതി? വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താ? ഫൈനൽ എനർജി മൈനസ് ഇനിഷ്യൽ എനർജി, അല്ലയോ? ഓക്കെ, സോ ഫൈനൽ സർഫസ് എനർജി മൈനസ് ഇനിഷ്യൽ സർഫസ് എനർജി ചെയ്താൽ അത് എന്ത് കിട്ടാൻ? വർക്ക് ഡൺ കിട്ടാൻ. ഓക്കെ ആണോ? ഓക്കെ, സോ ഫൈനൽ സർഫസ് എനർജി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം 2T, അല്ലയോ? എത്ര ഏരിയ വരുന്നുണ്ട്? മുകളിലും താഴെ ഏരിയ വരുന്നുണ്ട്. സോ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്നറിയാം. ടെൻഷൻ സർഫസ് ടെൻഷൻ ഇൻറ്റു ഏരിയ A1. ഫൈനൽ എന്താ? 2TA2. ഓക്കെ, സോ UF മൈനസ് U എന്ന് പറയുമ്പോൾ 2T കോമൺ ആയിട്ടുണ്ട്, അത് ഇനി വെളിയിലെടുത്താൽ മതി. A2 മൈനസ് A1. സോ സിമ്പിളായിട്ട് ഇങ്ങനെ ആലോചിക്കുക, ഏരിയ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വർക്ക് ഡൺ കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ മതി? 2T ഇൻറ്റു നമുക്കറിയാം 2T ഇൻറ്റു ഏരിയ എന്ന് പറയുന്നത് സർഫസ് എനർജി എന്ന് പറയുന്നത്. സോ വർക്ക് ഡൺ കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ മതി? ആ ചേഞ്ച് ഇൻ ഏരിയ എടുത്താൽ മതി, ഡെൽറ്റ എ എടുത്താൽ മതി. 2T ഇൻറ്റു ഡെൽറ്റ എ എടുത്താൽ മതി. A2 മൈനസ് A1, ഫൈനൽ മൈനസ് ഇനിഷ്യൽ. ഓക്കെ ആണോ? ഓക്കെ, സോ ഫൈനൽ മൈനസ് ഇനിഷ്യൽ വിച്ച് ഈസ് ഈക്വൽ ടു 2T ഇൻറ്റു ചേഞ്ച് ഇൻ ഏരിയ എത്ര? 20 cm സ്ക്വയർ ഉണ്ടായിരുന്നു. സോറി, സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് എഴുതിയപ്പോൾ പറ്റിയതാ, സെൻറ്റിമീറ്റർ സ്ക്വയർ. സോ 20 cm സ്ക്വയർ ആയി, 8 cm-ൽ നിന്ന് 20 ആയി. സോ ചേഞ്ച് ഇൻ ഏരിയ എത്ര? A2 മൈനസ് A1 എത്ര? 20 മൈനസ് 8 എത്ര? 12 cm സ്ക്വയർ. 12 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടുന്നത്. പക്ഷേ സെൻറ്റിമീറ്റർ സ്ക്വയറിലാണോ നമുക്ക് ആൻസർ വേണ്ടുന്നത്? അല്ല, നമുക്ക് എല്ലാം എന്താണ്ട് SI യൂണിറ്റിലായി കിടക്കുന്നത്. സോ സെൻറ്റിമീറ്ററിന് നമ്മൾ എന്താക്കണം? മീറ്ററിലാക്കണം. സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ 10⁻². സെൻറ്റിമീറ്റർ സ്ക്വയർ ആകുമ്പോഴോ 10⁻² ദ ഹോൾ സ്ക്വയർ എന്ന് ആലോചിച്ചത് എത്ര? 10⁻⁴. സോ 12 ഇൻറ്റു 10⁻⁴. ഇനി വർക്ക് ഡൺ ആൾറെഡി നമ്മളെ തന്നിട്ടുണ്ട്. എത്ര തന്നിട്ടുണ്ട്? 3 ഇൻറ്റു 10⁻⁴. സോ 10⁻⁴, 10⁻⁴ ക്യാൻസൽ ചെയ്യാം. 3യും 12 കൂടെ ക്യാൻസൽ ചെയ്യാം, 4. സോ T ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും നമുക്ക്? 1 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു ഇപ്പുറത്തോട്ടുണ്ട് വരെ 1/8 എന്ന് കിട്ടും, ഇല്ലയോ? സോ 1 ഡിവൈഡഡ് ബൈ 8 എന്താ? 0.125 എന്ന് കിട്ടും. ഓക്കെ, ന്യൂട്ടൺ പെർ മീറ്റർ. നമ്മളെല്ലാം SI യൂണിറ്റായി യൂസ് ചെയ്ത്. സോ ന്യൂട്ടൺ പെർ മീറ്റർ ആൻസർ കിട്ടും. ഓപ്ഷൻ C ആയിരിക്കും എന്തെന്ന് കറക്റ്റ് ആൻസർ. സിമ്പിളാണ് അല്ലേ? നമ്മൾ പഠിച്ച അതേ കൺസെപ്റ്റുകൾ തന്നെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. A film of water is formed between two straight parallel wires of length 10 cm each. അപ്പോൾ 10 cm ഉള്ള രണ്ട് വയറുണ്ടായിരുന്നു. ആ വയറിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? സെപ്പറേഷൻ എത്ര വന്നിട്ടുണ്ട്? 0.5 cm എന്ത് ചെയ്തിട്ടുണ്ട്? സെപ്പറേഷൻ വന്നിട്ടുണ്ട്. ഇനി എന്താ പറയുന്നത്? ഇഫ് ദെയർ സെപ്പറേഷൻ ഈസ് ഇൻക്രീസ്ഡ് ബൈ 1 millimeter. 1 millimeter, അതായത് 1 millimeter എന്ന് പറഞ്ഞാൽ എത്ര? 0.1 cm. അതായത് 0.5 cm അത് എന്തോ ആയി? 0.6 cm മാറി. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് വലിച്ച്. അങ്ങനെയാണെങ്കിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇഫ് ദെയർ സെപ്പറേഷൻ ഇസ് ഇൻക്രീസ്ഡ് ബൈ 1 millimeter വൈൽ സ്റ്റിൽ മെയിൻറ്റെയിനിങ് ദെയർ പാരലിസം. പാരലായിട്ട് തന്നെ നിൽക്കുക. 1 millimeter ഇങ്ങോട്ട് വരും. 1 millimeter എന്ന് പറഞ്ഞാൽ 0.1 cm, അതായത് 0.5 cm എത്രയായി? 0.6 cm ആയി. ഓക്കെ, ഹൗ മച്ച് വർക്ക് വിൽ ഹാവ് ടു ബി ഡൺ? വർക്ക് ഡൺ കണ്ടുപിടിക്കണം. ഓക്കെ, സോ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നേ കണ്ടത് നമുക്കറിയാം 2T ഇൻറ്റു റെക്ടാങ്കുലർ ഫിലിമല്ലേ, 2 ഏരിയ ഉണ്ടല്ലേ, മുകളിലും താഴെ. സോ 2T ഇൻറ്റു ഡെൽറ്റ എ ചെയ്താൽ മതി, അല്ലേ? ചേഞ്ച് ഇൻ ഏരിയ ചെയ്താൽ മതി. ഡെൽറ്റ എ എവിടെ? എത്ര? ഇത് 10, ഇത് 10 cm, ഇത് 0.5 cm. സോ ശരിക്കും പറഞ്ഞാൽ ഏരിയ എത്ര? ഇനിഷ്യലി ഉള്ള ഏരിയ എത്ര ആയിരുന്നു? ഇനിഷ്യലി ഉള്ളത് 10 ഇൻറ്റു 0.5, അതായത് 5 cm സ്ക്വയർ ആയിരുന്നു. ഇനി ഫൈനലി എത്ര ആയി? അത് 6 cm സ്ക്വയർ ആയി. 5 cm സ്ക്വയർ ആയിരുന്നു, അത് എത്ര ആയി? 6 cm സ്ക്വയർ ആയി. സോ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എത്ര? 1 cm സ്ക്വയറാ, അല്ലേ?
ഇതെല്ലാം ഇങ്ങനെ എഴുതി ചെയ്യാൻ നിൽക്കണ്ട. 5 സെൻറ്റിമീറ്റർ സ്ക്വയർ ഉണ്ടായിരുന്നു, കാണുമ്പോൾ തന്നെ അറിയാം 5 സെൻറ്റിമീറ്റർ സ്ക്വയർ. അടുത്ത എത്രയായി 0.1 സെൻറ്റിമീറ്ററും കൂടെ കൂട്ടിയപ്പം എത്ര സെൻറ്റിമീറ്റർ സ്ക്വയർ ആയി? 6 സെൻറ്റിമീറ്റർ സ്ക്വയർ. സോ ഫൈനൽ ഏരിയ 6 ഉണ്ട്. സോ ഡെൽറ്റ എന്ന് പറയുന്നത് എന്താ? ഫൈനൽ ഏരിയ മൈനസ് ഇനിഷ്യൽ ഏരിയ, അത് എത്ര? 1 സെൻറ്റിമീറ്റർ സ്ക്വയർ. നമുക്ക് വേണ്ടുന്നതെല്ലാം SI യൂണിറ്റിലായതുകൊണ്ട്, നമ്മുടെ ഓപ്ഷൻസ് എല്ലാം SI യൂണിറ്റിലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ മീറ്റർ സ്ക്വയറിലാക്കണം. ഓക്കെ, സോ മീറ്റർ സ്ക്വയറിലാക്കാൻ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 10⁻⁻⁴. ഓക്കെ ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്കെല്ലാം തന്നിട്ടുണ്ട്. 2 ഇൻറ്റു ടെൻഷൻ തന്നിട്ടുണ്ട്. ടെൻഷൻ എത്ര? 7.2 ഇൻറ്റു 10⁻⁻2 ഇൻറ്റു 10⁻⁻4 വിച്ച് ഈസ് ഈക്വൽ ടു 7.2 ഇൻറ്റു 2 എത്ര? 72 ഇൻറ്റു 2 എത്ര? 70 140 144 വരും ഇല്ലയോ? സോ 14.4 7.2 അല്ലേ, 72 അല്ലായിരുന്നു 7.2. സോ 14.4 ഇൻറ്റു 10⁻⁻4 - 6 എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് ഓപ്ഷനിൽ 1.44 നടക്കുന്നില്ലേ? നമുക്കൊരു 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതെന്താവും? 1.44 ഇൻറ്റു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? 10⁻⁻6 ഇൻറ്റു 10 എന്താവും? 10⁻⁻5 ആവും. സോ ആൻസർ എത്ര? 1.44 ഇൻറ്റു 10⁻⁻5 ജൂൾ. സിമ്പിളായിട്ട് ആൻസർ കിട്ടും. ഓക്കെ, നോക്കിയോ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. Work done in splitting a drop of water of 1 millimeter radius into 64 droplets. സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ തന്നിട്ടുണ്ട്, വർക്ക് ഡൺ കണ്ടുപിടിക്കണം. ഓക്കെ, സോ സിമ്പിളാണ്. നമുക്കറിയാം വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താ? വർക്ക് ഡൺ ഇത് ലിക്വിഡ് ഡ്രോപ്പ് അല്ലയോ? സോ ലിക്വിഡ് ഡ്രോപ്പ് ആകുമ്പം ടെൻഷൻ ഇൻറ്റു സർഫസ് ടെൻഷൻ ഇൻറ്റു എന്ത് ചെയ്താൽ മതി? ഏരിയ ചെയ്താൽ മതി. ഓക്കെ, എക്സ്പോസ്ഡ് ഏരിയ എത്രയേ ഉള്ളൂ? ഒരൊറ്റ ഏരിയയേ ഉള്ളൂ. ഓക്കെ, 2 ടൈംസ് എന്ന് പറയുന്ന സാധനം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരത്തില്ല, ഇവിടെ ചെയ്യേണ്ടി വരത്തില്ല. ലിക്വിഡ് ഡ്രോപ്പ് ആയതുകൊണ്ട്. ഓക്കെ, ഓർത്ത് വെച്ചോണം. നമ്മൾ ഇതിന് മുന്നേ ചെയ്തപ്പോൾ എന്താ 2 ടൈംസ് ഏരിയ ചെയ്ത്. കാരണം എന്താ? മുകളിൽ ഏരിയ ഉണ്ടായിരുന്നു, താഴെ ഏരിയ ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഇവിടെ പക്ഷേ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ആ ഏരിയ നമ്മൾ അങ്ങനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ഇവിടെ ഒറ്റ ഏരിയ ഉള്ളൂ, ഒരു ലിക്വിഡ് ഡ്രോപ്പ് അല്ലേ. സോ ആ സർഫസ് ലിക്വിഡ് ഡ്രോപ്പിന് എത്ര സർഫസേ ഉള്ളൂ? ഒരൊറ്റ സർഫസേ ഉള്ളൂ. സോ ഒറ്റ ഏരിയ എന്ത് ചെയ്താൽ മതി? കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, സോ ടെൻഷൻ ഇൻറ്റു ഏരിയ. വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ എന്ത്? സർഫസ് ടെൻഷൻ ഇൻറ്റു ചേഞ്ച് ഇൻ ഏരിയ എടുത്താൽ മതി. ചേഞ്ച് ഇൻ ഏരിയ. ചേഞ്ച് ഇൻ ഏരിയ എന്ന് പറഞ്ഞാൽ എത്ര? നമുക്കറിയാം ആദ്യമേ എത്ര ആയിരുന്നു ഏരിയ? 4πr² ആയിരുന്നു വിചാരിക്കുക. ഓക്കെ, രണ്ടാമത്തെ ഏരിയ എത്ര? ഇത് A1 ആയിരുന്നു വിചാരിക്കുക. ആദ്യത്തെ ഇനിഷ്യൽ ഏരിയ AI എന്ന് വിചാരിക്കുക. ഫൈനൽ ഏരിയ എത്ര? ഫൈനൽ ഏരിയ ഇതിനെ 64 ഈക്വൽ ഡ്രോപ്സ് ആക്കി മാറി, വേറൊരു റേഡിയസ് ഉള്ള 64 ഈക്വൽ ഡ്രോപ്സ് ആക്കി എന്ത് ചെയ്ത്? സ്പ്ലിറ്റ് ചെയ്ത്. സോ അതെന്ത് ചെയ്ത്? ടോട്ടൽ ഏരിയ എത്ര വരും? 64 ഇൻറ്റു 4πr' എന്ന് വിളിക്കാം. ഓക്കെ, R' എന്ന് വിളിക്കാം. ഓക്കെ, R ഫൈനൽ സ്ക്വയർ എന്നാണ് വിളിക്കാം, RF² എന്ന് വിളിക്കാം. ഓക്കെ, സോ നമുക്ക് 4πr² ആയിരുന്നു ഇനിഷ്യൽ ഏരിയ. ഫൈനൽ ഏരിയ എന്താ? 64 ഇൻറ്റു 4πr ഫൈനൽ സ്ക്വയർ. ഓക്കെ, ഒരു കുഞ്ഞു ഡ്രോപ്പിൻ്റെ റേഡിയസ് എന്താ? RF ആണെന്ന് വിചാരിക്കുക. അങ്ങനെ ആണെങ്കിൽ ചേഞ്ചിൻ്റെ ഏരിയ എങ്ങനെ എഴുതാം? നമുക്ക് ചേഞ്ചിൻ്റെ ഏരിയ എഴുതാം 4πr ഫൈനൽ സ്ക്വയർ ഇൻറ്റു 64 മൈനസ് 4πr², which is equal to സർഫസ് ടെൻഷൻ തന്നിട്ടുണ്ട് 72 ഇൻറ്റു 10⁻⁻³ ഇൻറ്റു നമുക്ക് എന്ത് ചെയ്യാം? 4π എന്ത് ചെയ്യാമെങ്കിൽ കോമൺ എടുക്കാം. സോ 4π കോമൺ എടുത്ത് അകത്ത് എന്തുകൊണ്ട്? 64 RF² മൈനസ് R². R²ൻ്റെ വാല്യൂ അറിയാം, 1 millimeter സ്ക്വയറാണ്. അവിടെ നിൽക്കട്ടെ, നമുക്കത് കണ്ടുപിടിക്കാം. സോ 72 ഇൻറ്റു 10⁻³ ഇൻറ്റു 4π ഇൻറ്റു ഇതാ നോക്കിയേ. ഇനി RF R തമ്മിലുള്ള റിലേഷൻ നമ്മൾ കണ്ടുപിടിച്ചത് എങ്ങനെയായിരുന്നു? നമുക്കറിയാം വോളിയം എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ആവുന്നില്ല, കൺസർവ് ആയിട്ടിരിക്കുമല്ലോ. സോ വോളിയം കൺസർവേഷൻ വെച്ച് നമുക്ക് ആ റിലേഷൻ കണ്ടുപിടിക്കാം. ഇനിഷ്യലി എത്ര ഉണ്ടായിരുന്നു? 4/3πr³ ഉണ്ടായിരുന്നു. ഫൈനലി വോളിയം എത്ര തന്നെ? സെയിം വോളിയം തന്നെ. അത് പക്ഷേ ആ വോളിയം എങ്ങനെ വന്നത്? 64 കുഞ്ഞു ഡ്രോപ്പ് കയറുന്ന ആ വോളിയം ഉണ്ടായതില്ലയോ. സോ 64 ഇൻറ്റു 4/3πr കുഞ്ഞാറെന്ന് എടുക്കാം. RF എന്നെപ്പോഴും എഴുതേണ്ട, കുഞ്ഞാറെന്ന് വിളിച്ചാൽ മതി. ഓക്കെ, സോ 4/3πr³. സോ 4/3π നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് ക്യാൻസൽ ചെയ്യാം. സോ R³ കുഞ്ഞാറെന്ന് പറയുന്നത് എത്ര ആയിരിക്കും? വലിയ R³ /64 ആയിരിക്കും. സോ R എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? വലിയ R /4 ആയിരിക്കും. ഓക്കെ, 4ൻ്റെ ക്യൂബ് ആയിരിക്കും എന്ത് വരുന്നത്? 64 വരുന്നത്. സോ R എന്ന് പറയുന്നത് എന്ത് കിട്ടി? R/4 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ കുഞ്ഞാറിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 64 ഇൻറ്റു കുഞ്ഞാറിന് പകരം നമുക്ക് എന്ത് എടുക്കാം? വലിയ R കൊടുക്കാം. ഡിവൈഡഡ് ബൈ എന്ത് കൊടുക്കാം? 4 കൊടുക്കാം. സോ ആറിൻ്റെ സ്ക്വയർ ആകുമ്പോഴോ സ്ക്വയർ ചെയ്യണം, വലിയ 4നെ സ്ക്വയർ ചെയ്താൽ 16 മൈനസ് R², വിച്ച് ഈസ് ഈക്വൽ ടു
72 ഇൻറ്റു 10⁻³ ഇൻറ്റു 4π ഇൻറ്റു ഇതാ നോക്കിയേ. ഇവിടെ നമുക്ക് 16ഉം 64ഉം തമ്മിൽ ക്യാൻസൽ ചെയ്യാം. 16ഉം 64ഉം തമ്മിൽ ക്യാൻസൽ ചെയ്തിട്ടും 16 ഇൻറ്റു 4 ആണെന്ന് തോന്നുന്നു 64 വരുന്നത്. സോ 4r² മൈനസ് r² എത്ര? 3r². സോ 3r². ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി ആൻസറിലായി, നമ്മൾ ആൻസറിൽ എത്തിക്കഴിഞ്ഞു. സോ 72 ഇൻറ്റു 10⁻³ ഇൻറ്റു 4π. പയ്യെ വേണമെങ്കിൽ എനിക്ക് എന്ത് വിളിക്കാം? 3.14 എന്ന് വിളിക്കാം, അല്ലെങ്കിൽ 22/7 എന്ന് വിളിക്കാം. 22/7 ഇൻറ്റു 3 ഇൻറ്റു r². r² എത്ര? r എത്ര? ഇവിടെ 1 മില്ലിമീറ്ററാണ്. അപ്പം 1 മില്ലിമീറ്ററിൻ്റെ സ്ക്വയർ ചെയ്യണം അല്ലേ, r² ചെയ്യണം. സോ മില്ലിമീറ്ററിനെ മീറ്ററാക്കി, നമുക്ക് എല്ലാ SI യൂണിറ്റ് വേണം മില്ലിമീറ്ററിന് മീറ്ററാക്കാൻ. 10⁻³ r² വരുന്നത്. അപ്പോൾ 10⁻³ ദ ഹോൾ സ്ക്വയർ ചെയ്യേണ്ടി വരും. സോ 10⁻³ ദ ഹോൾ സ്ക്വയർ 1 ഇൻറ്റു 10⁻³ ദ ഹോൾ സ്ക്വയർ, അല്ലെങ്കിൽ 10⁻6. ഓക്കെ ആണേ? ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് വേണമെങ്കിൽ ഇതാണ്ട് നോക്കിയേ, ഓപ്ഷൻസൊക്കെ അത്യാവശ്യം ദൂരെ കിടക്കുക. 10⁻6 എല്ലാത്തിലും കോമൺ 2 ഉണ്ട്, 2.4, 4, 5.4. ഓക്കെ, നമുക്ക് ഒന്ന് അസ്യൂം ചെയ്ത് നോക്കാം. 7ഉം 72ഉം വേണമെങ്കിൽ എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. 7 ഇൻറ്റു 10 ആണല്ലോ 70. അപ്പോൾ അങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് 10 ആവും. ഓക്കെ, അപ്രോക്സിമേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്രോക്സിമേറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ പോകുന്നത്. എക്സാക്ട് വാല്യൂസ് എല്ലാം കൂടെ നമ്മൾ കണക്കൂട്ടി ചെയ്യുന്നില്ല. ഓക്കെ, സോ 7ഉം 72ഉം കൂടെ നമുക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അപ്രോക്സിമേറ്റ് 10 എന്ന് കിട്ടും. 10 പോയിൻറ്റ് സംതിങ് വരുന്നത് 10 എന്ന് നമുക്ക് എടുക്കാം. ഇനി അതേപോലെ എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. 10⁻12 ഓക്കെ, 12 ഇൻറ്റു 22 എന്ത് കിട്ടും? 12 ഇൻറ്റു 22 നമുക്ക് 4 ഇൻറ്റു 3 12, 12 ഇൻറ്റു 22, 12 ഇൻറ്റു 22 നമുക്ക് 256 എന്ന് കിട്ടും ഇല്ലേ? 256. ഓക്കെ, 256 അല്ല, 264 കിട്ടും അല്ലേ? 264. സോ 264 ഇൻറ്റു 10⁻6 അതേപോലെ കിടപ്പുണ്ട്. 10 ഇൻറ്റു 10⁻³ എത്ര? 10⁻² അല്ലയോ? അതായത് ഡിവൈഡഡ് 1/100 എന്ന് വരും. 10⁻². സോ 10⁻² ആകുമ്പോൾ ഇത് 2.64 എന്ന് എഴുതാം നമുക്ക് വേണമെങ്കിൽ. സോ 2.64 ഇൻറ്റു 10⁻6 എന്ന ആൻസർ കിട്ടും. സോ അപ്രോക്സിമേറ്റ് നമുക്ക് നോക്കുമ്പോൾ 2.4 ഇൻറ്റു 10⁻6 ജൂൾ ആൻസർ ആയിട്ട് കിടപ്പുണ്ട്. സോ ഓപ്ഷൻ എന്തായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും എന്തോന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, സോ അങ്ങനെ അത് നോക്കിയാൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. Radius of a soap bubble is increased from R to 2R. Work done in this process in terms of surface tension is. Okay, so R എന്ന് പറയുന്ന റേഡിയസ് ഉണ്ടായിരുന്നു, അതെന്തായി? 2R ആയി. സോ സർഫസ് ഏരിയ എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു. സർഫസ് ഏരിയ ചേഞ്ച് ചെയ്യുമ്പോൾ സർഫസ് എനർജി ചേഞ്ച് ചെയ്യും. ആ ചേഞ്ച് ഇൻ സർഫസ് എനർജി കണ്ടുപിടിച്ച് ആരെ കിട്ടും? വർക്ക് ഡൺ കിട്ടും. നമ്മൾ കുറേ കണക്ക് ചെയ്തതായതേപോലെ അല്ലയോ? സോ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താ? സർഫസ് ടെൻഷൻ ഇൻറ്റു ഏരിയ, ചേഞ്ച് ഇൻ ഏരിയ എന്നങ്ങ് എടുത്താൽ മതി ഇല്ലേ? വർക്ക് ഡൺ കണ്ടുപിടിക്കാനാണെങ്കിൽ സർഫസ് ടെൻഷൻ ഇൻറ്റു ചേഞ്ച് ഇൻ ഏരിയ എടുത്താൽ മതി. ഇനി ഇവിടെ നോക്കിയാൽ ഇതൊരു സോപ്പ് ബബിളാണ്. സോപ്പ് ബബിൾ ആകുമ്പോൾ എത്ര സർഫസ് ഉണ്ട്? 2 സർഫസ് ഉണ്ട്. സോ 2 സർഫസിനും ടെൻഷൻ കാണും, സർഫസ് ടെൻഷൻ കാണും. സോ ഒരു 2 കൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? 2 ഏരിയ ഉണ്ടെങ്കിൽ 2 ഇൻറ്റു എന്ന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. സോ സോപ്പ് ബബിളിൻ്റെ കേസ് 2 ഏരിയ ഉണ്ട്. സോ 2 ഇൻറ്റു ΔA ചെയ്താൽ മതി. ΔA എന്ന് പറയുമ്പോൾ എത്ര? ΔA ചേഞ്ച് ഇൻ ഏരിയ, ഫൈനൽ ഏരിയ എത്ര? ഫൈനൽ ഏരിയ എന്ന് പറയുമ്പോൾ 4πr² അല്ലേ? ഫൈനൽ റേഡിയസ് എത്ര? 2R. 2Rൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര വരും? 4R². മൈനസ് ഇനിഷ്യൽ ഏരിയ എത്ര? 4πr². ഓക്കെ ആണോ? ഓക്കെ, സോ T ഇൻറ്റു 2 ഇൻറ്റു 4π 4 4 16 16πr² മൈനസ് 4πr² എത്ര? 12πr². ഓക്കെ ആണേ, വിച്ച് ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു 2 24. സോ 24πr² ഇൻറ്റു T എന്ന് വരും. ഓക്കെ, സോ ഇവിടെ സർഫസ് ടെൻഷൻ അവർ S എന്നാണ് വിളിച്ചേക്കുന്നത്. സോ 24πr² ഇൻറ്റു S. സിമ്പിൾ അല്ലയോ? സിമ്പിളാണ്. അങ്ങനെ ഏതാ നോക്കിയാൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 8 mercury drops coils to form 1 mercury drop. The energy changes by a factor of. ഓക്കെ, സോ ദ എനർജി ചേഞ്ചസ് ബൈ എ ഫാക്ടർ ഓഫ്. അങ്ങനെ തന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കുക അതാണ്ട് എന്താണ്? എനർജി ഓഫ് ന്യൂ ഡ്രോപ്പ് ഡിവൈഡഡ് ബൈ എനർജി ഓഫ് ഓൾഡ് ഡ്രോപ്പ്. അപ്പം ന്യൂ ഡ്രോപ്പിൻ്റെ എനർജി ഡിവൈഡഡ് ബൈ ഓൾഡ് ഡ്രോപ്പിൻ്റെ എനർജി. ഓക്കെ, ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. അതാന്ന് നോക്കിയേ, ദ എനർജി ചേഞ്ചസ് ബൈ എ ഫാക്ടർ ഓഫ് എന്ന് ചോദിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് എനർജി ഓഫ് ന്യൂ ഡ്രോപ്പ് ഡിവൈഡ് ബൈ എനർജി ഓഫ് ഓൾഡ് ഡ്രോപ്പാണ്. അപ്പോൾ എനർജി ഓഫ് ന്യൂ ഡ്രോപ്പ് ഡിവൈഡഡ് ബൈ എനർജീസ് ഓഫ് ഓൾഡ് ഡ്രോപ്സ് എന്നല്ല. ഓക്കെ, അപ്പോൾ ആ ഓൾഡ് ഡ്രോപ്സിനെ എല്ലാത്തിനെയും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എല്ലാ ഓൾഡ് ഡ്രോപ്പുകളുടെയും കൂടെ സമ്മായിട്ടുള്ള ടോട്ടൽ എനർജി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ആ കുഞ്ഞതായിട്ടിരുന്ന ഏതെങ്കിലും ഒരു ഡ്രോപ്പിൻ്റെ എനർജി നോക്കുക.
അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വലുതായപ്പോഴത്തേക്കും ഒരു വലിയ ഡ്രോപ്പ് കിട്ടി, അതിൻ്റെ എനർജി നോക്കുക. അപ്പോൾ കുഞ്ഞായിട്ടിരുന്ന ഇത് ഏതെങ്കിലും ഒരു ഡ്രോപ്പിൻ്റെ എനർജി നോക്കിയാൽ മതി. ഓക്കെ, അതുകൊണ്ടാണ് പറഞ്ഞത് എനർജി ഓഫ് ഓൾഡ് ഡ്രോപ്പ്. ഇപ്പോൾ എനർജീസ് ഓഫ് ഓൾഡ് ഡ്രോപ്സ് എന്നായിരുന്നെങ്കിൽ ഇനിഷ്യൽ എനർജി ആയിരുന്നെന്ന് പറയാം. മൊത്തത്തിൽ ആ സിസ്റ്റം മൊത്തത്തിൽ ഉണ്ടായിരുന്ന ഇനിഷ്യൽ എനർജി ആണെന്ന് പറയാം. കാരണം 8 കുഞ്ഞു ഡ്രോപ്പുകളുണ്ട്. ആ 8 കുഞ്ഞു ഡ്രോപ്പുകളുടെ എല്ലാം കൂടെ എനർജി ആയിരുന്നു ഇനിഷ്യൽ എനർജി. അതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് പുതിയൊരു വലിയ ഡ്രോപ്പായി, അതാണെന്ന് തോന്നുന്നു ഫൈനൽ എനർജി. ഇങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? എനർജി ഓഫ് ന്യൂ ഡ്രോപ്പ് ഡിവൈഡഡ് ബൈ എനർജി ഓഫ് ഓൾഡ് ഡ്രോപ്പ്. എനർജി ഓഫ് ഓൾഡ് ഡ്രോപ്പ് ഏതെങ്കിലും ഒരു കുഞ്ഞ് ഓൾഡ് ഡ്രോപ്പിൻ്റെ എനർജി കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, സോ അതാണ് ഈ ക്വസ്റ്റ്യനില്ലാത്ത എന്തോന്ന് ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് കണ്ടുപിടിക്കാം ഫൈനൽ എനർജി എത്ര, അല്ലെങ്കിൽ ന്യൂ ഡ്രോപ്പിൻ്റെ എനർജി എത്ര. ഈ എൻ എന്ന് വിളിക്കാം ന്യൂ ഡ്രോപ്പിൻ്റെ എനർജി. നമുക്കറിയാം എനർജി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? സർഫസ് ടെൻഷൻ ഇൻറ്റു ഏരിയ ചെയ്താൽ മതി. സർഫസ് ടെൻഷൻ T ആണ്. ഏരിയ എത്ര? നമുക്കറിയാം ഇത് ലിക്വിഡ് ഡ്രോപ്പ് ആസോ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഏരിയ മാത്രം എടുത്താൽ മതി. ഏരിയ എന്ന് പറയുമ്പോൾ എന്താ? നമുക്കറിയാം 4πr². വലിയ ഡ്രോപ്പ് ആയതുകൊണ്ട് വലിയ ആർ എന്നിട്ട് കൊടുക്കുക. സോ T × 4πr². എനർജി ഓഫ് ന്യൂ ഡ്രോപ്പ് ഡിവൈഡഡ് ബൈ എനർജി ഓഫ് ഓൾഡ് ഡ്രോപ്പ് ഈ O എന്ന് വിളിക്കാം. സോ T × 4π × കുഞ്ഞ് r². ഓക്കെ, സോ റേഷ്യോ കണ്ടുപിടിക്കാം. EN/EO എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? T യും കട്ട് ചെയ്യും, 4π കട്ട് ചെയ്യും, r²/r² എന്ന് വരും. ഇനി നമുക്ക് ആകെ ചെയ്യാനുള്ളത് ഈ വലിയ ആറും കുഞ്ഞാറും തമ്മിലുള്ള എന്ത് കണ്ടുപിടിച്ചാൽ മാത്രം മതി? റേഷ്യോ കണ്ടുപിടിച്ചാൽ മാത്രം മതി, അല്ലെങ്കിൽ ആ റിലേഷൻ കണ്ടുപിടിച്ചാൽ മാത്രം മതി. സോ ആറും കുഞ്ഞാറും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കുക. എളുപ്പം കണ്ടുപിടിക്കാൻ നമുക്കറിയാം വോളിയം കൺസേർവ്ഡ് അല്ലയോ. ഇനിഷ്യലി എത്ര വോളിയം ഉണ്ടായിരുന്നു? 8 മോളിക്യൂൾ ഉണ്ടായിരുന്നു. 8 × 4/3π കുഞ്ഞ് r³ കുഞ്ഞ് റേഡിയസ് അല്ലേ, കുഞ്ഞ് r³. ഇതെല്ലാം കൂടെ ചേർന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 4/3π വലിയ r³ ഇത്രയും വോളിയം കിട്ടി. ഓക്കെ, സോ 4/3π ക്യാൻസലായി. r³ അല്ലയോ, r³ അല്ലെങ്കിൽ r³ ഈസിക്കൽ എന്താ? 2r എന്ന് കിട്ടി. സോറി, r³ അല്ല, വലിയ r ഈസിക്കൽ എന്ത് കിട്ടി? 2r എന്ന് കിട്ടി. ഓക്കെ, സോ r³ ഈസിക്കൽ 8r³ ക്യൂബ് റൂട്ട് എടുക്കുക. r ഈസിക്കൽ എന്ത് കിട്ടി? 2r എന്ന് കിട്ടി. സോ r ഈസിക്കൽ 2r കൊടുത്ത് നോക്ക്. r ഈസിക്കൽ 2r കൊടുത്ത് നോക്കുക. അപ്പോൾ 4r² ഡിവൈഡഡ് ബൈ r² ക്യാൻസൽ, 4 എന്ന ആൻസർ കിട്ടി. സോ എനർജി ഓഫ് ന്യൂ ഡ്രോപ്പ് ഡിവൈഡഡ് ബൈ എനർജി ഓഫ് ഓൾഡ് ഡ്രോപ്പ്, അതിൻ്റെ റേഷ്യോ എന്തായിരിക്കും? 4 ആയിരിക്കും. ഇവിടെ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, എനർജി ഓഫ് ന്യൂ ഡ്രോപ്പ് ഡിവൈഡഡ് ബൈ എനർജി ഓഫ് ഓൾഡ് ഡ്രോപ്പ്. അപ്പോൾ സർഫസ് എനർജികൾ, ഇനിഷ്യൽ സർഫസ് എനർജി ഫൈനൽ സർഫസ് എനർജിയും കൂടെ ഉള്ള റേഷ്യോ അല്ല ചോദിച്ചേക്കുന്നത് ഇവിടെ. എനർജി ഓഫ് ന്യൂ ഡ്രോപ്പ് 8 ചേർന്നൊരു വലിയ ഡ്രോപ്പ് ഉണ്ടായി, ആ വലിയ ഡ്രോപ്പിൻ്റെ എനർജി ഡിവൈഡഡ് ബൈ ഓൾഡ് ഡ്രോപ്പ്. ഓൾഡ് ഡ്രോപ്പ് എങ്ങനെ ഇരുന്നതാ? കുഞ്ഞതായിട്ടിരുന്നതാ. സോ ആ കുഞ്ഞ് ഒരു ഡ്രോപ്പിൻ്റെ എനർജി അത്രേ ആലോചിക്കുന്നുള്ളൂ. ഓക്കെ, എനർജി ഓഫ് ഓൾഡ് ഡ്രോപ്പ്. അപ്പോൾ എനർജീസ് ഓഫ് ഓൾഡ് ഡ്രോപ്സ് എന്നായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നത് എന്താ? ഫൈനൽ എനർജിയും ഇനിഷ്യൽ എനർജിയാണ് ചോദിച്ചേക്കുന്നത്. പക്ഷേ ഇവിടെ അതല്ല ചോദിച്ചേക്കുന്നത്, എനർജി ഓഫ് ഓൾഡ് ഡ്രോപ്പ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഡ്രോപ്പിൻ്റെ എനർജി മാത്രം എന്ത് ചെയ്താൽ മതി? കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ ആണേ? ഓക്കെ, സോ അങ്ങനെ നോക്കിയാൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. A certain number of spherical drops of a liquid of radius r coalesce to form a single drop of radius r and volume v. If T is the surface tension of the liquid, then energy is equal to. ഓക്കെ, അപ്പോൾ ഒരു കുറേ കുഞ്ഞ് സ്പെറിക്കൽ ഡ്രോപ്പുകൾ ഉണ്ടായിരുന്നു, അതെല്ലാം കൂടെ ചേർന്ന് വലിയൊരു സ്പെറിക്കൽ ഡ്രോപ്പായി. അങ്ങനെയാണെങ്കിൽ ആ എനർജി, ആ സ്പെറിക്കൽ ഡ്രോപ്പിന് കിട്ടിയ എനർജി, ആ വലുതായപ്പോൾ ഉണ്ടായ എനർജി, ആ മാറ്റം ഉണ്ടായ എനർജി എന്ന് പറയുന്നത് കുറേ എനർജി അബ്സോർബ് ചെയ്യുകയാണോ ചെയ്ത് കുറേ എനർജി റിലീസ് ചെയ്യുകയാണോ ചെയ്തേക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, പിന്നെ എനർജിയുടെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ തന്നേക്കുന്നത്? ആ ചേഞ്ച് ഇൻ എനർജി. ഇത് ശരിക്കും പറഞ്ഞാൽ എനർജി ഈസിക്കൽ തന്നേക്കുന്നത് എന്താ? ചേഞ്ച് ഇൻ എനർജിയാണ്. നമുക്കറിയാം ഇനിഷ്യലി ആ സിസ്റ്റത്തിന് ഒരു എനർജി ഉണ്ടായിരുന്നു, ആ കമ്പൈൻ ചെയ്ത് ലിക്വിഡ്സ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് വലിയൊരു ലിക്വിഡായി. അപ്പോഴത്തേക്ക് എന്ത് ചെയ്ത്? എനർജി ചേഞ്ച് ഉണ്ടായി. സോ ആ എനർജി ചേഞ്ച് ആണ് എന്ത് ചെയ്തേക്കുന്നത്? ഇവർ തന്നേക്കുന്നത്. ആ എനർജി ചേഞ്ച് എങ്ങനെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? നമുക്ക് ഇക്വേഷൻ തന്നേക്കുന്നതെല്ലാം വോളിയത്തിൻ്റെയും സർഫസ് ടെൻഷൻ്റെയും ഈ റേഡിയസുകളുടെയും ടേംസിലാണ് നമുക്ക് എന്ത് ചെയ്തേക്കുന്നത്? എനർജി ചേഞ്ച് തന്നേക്കുന്നത്. സോ എനർജി അബ്സോർബ്ഡ് ആണോ റിലീസ്ഡ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് നോക്കാം എങ്ങനെ കണ്ടുപിടിക്കാം. കണ്ടുപിടിക്കുന്നതിന് മുമ്പേ നമുക്ക് ഒരു കാര്യം നമുക്ക് എന്തായാലും അറിയാം, എനർജി കുഞ്ഞു മോളിക്യൂളായിരുന്നു കമ്പൈൻ ചെയ്ത് വലിയ മോളിക്യൂളായി. നമുക്കറിയാം കുഞ്ഞു മോളിക്യൂൾസ് ആയിട്ടിരിക്കുമ്പോൾ ദാണ്ട് ഇങ്ങനെ കുഞ്ഞു മോളിക്യൂൾസ് ആയിട്ടിരിക്കുമ്പം സർഫസ് ഏരിയ ശരിക്കും പറഞ്ഞാൽ എന്താ? കൂടുതലാണ്. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഏരിയ പ്ലസ് ഇതിൻ്റെ ഇതേ പ്ലസ് ഇതേ. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ സർഫസ് ഏരിയ ഇൻഡിവിജ്വലായിട്ട് കൂട്ടും. ശരിക്കും പറഞ്ഞാൽ ഈ സർഫസ് ഏരിയ എന്തായിരിക്കും? കൂടുതലായിരിക്കും കുഞ്ഞു പീസസ് ആയിട്ടിരിക്കുമ്പോൾ. വലുതാകുമ്പോൾ സർഫസ് ഏരിയ എന്ത് ചെയ്യും? കുറയും. നമുക്കറിയാം സർഫസ് ഏരിയ കൂടുതലാണെങ്കിൽ എനർജി എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇവിടെ എനർജി എന്തായിരിക്കും? കുറവായിരിക്കും അല്ലയോ? ഇവിടെ എനർജി കുറവായിരിക്കും. സോ ഫൈനൽ എനർജി കുറവും ഇനിഷ്യൽ എനർജി കൂടുതലായിരിക്കും. സോ ചേഞ്ച് ഇൻ എനർജി എന്ന് പറയുന്ന ഒരു സാധനം എടുക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? നെഗറ്റീവ് ആയിരിക്കും കിട്ടുന്നത്. ഫൈനലേ മൈനസ് ഇനിഷ്യൽ നെഗറ്റീവ് ആയിരിക്കും കിട്ടുന്നത് അല്ലയോ? സോ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ?
എനർജി എന്ത് ചെയ്തേക്കുക, എനർജി റിലീസ് ചെയ്തേക്കുക. ഓക്കെ, എനർജി എന്ത് ചെയ്തേക്കുക, റിലീസ് ചെയ്തേക്കുക. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തായാലും ഓപ്ഷൻ എന്തായിരിക്കും, എനർജി റിലീസ്ഡ് ആയിരിക്കും. സോ ഒന്നെങ്കിൽ ഇതോ അല്ലെങ്കിൽ ഇതോ ആയിരിക്കും. ബി ഓപ്ഷനും സി ഓപ്ഷനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? ഓക്കെ. സോ ചില ഓപ്ഷൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് അങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ എലിമിനേറ്റ് ചെയ്ത് ഡയറക്റ്റ് ആൻസറിലോട്ട് എത്താൻ പറ്റും. ഇവിടെ പക്ഷേ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് റിലീസ്ഡ് ആണെന്ന് മനസ്സിലായി, പക്ഷേ റിലീസ്ഡ് തന്നെ 2 ഓപ്ഷൻ കിടപ്പുണ്ട്. അപ്പോൾ അത് ഏതാണെന്ന് നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ. സോ അതാ നോക്കിക്കേ. അങ്ങനെയാണെങ്കിൽ പറ, നമുക്കറിയാം ഇനിഷ്യൽ എനർജി ഈ ഐ എന്ന് വിളിച്ചു. ഇനിഷ്യൽ എനർജി എത്ര ആയിരുന്നു? ഇനിഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു, നമുക്കറിയാം എൻ കുഞ്ഞു ഡ്രോപ്സ് ഉണ്ടായിരുന്നു ഇല്ലയോ. നമുക്കറിയാം സർഫസ് ടെൻഷൻ ഇൻറ്റു ഏരിയ ചെയ്താൽ മതി. ഏരിയ എന്ന് പറഞ്ഞാൽ എത്ര, 4πr². അല്ലെങ്കിൽ നമുക്കറിയാം ഈ ചേഞ്ച് ഇൻ എനർജി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, വർക്ക് ഡൺ തന്നെയാണ് ഇല്ലയോ. ചേഞ്ച് ഇൻ എനർജി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, വർക്ക് ഡൺ തന്നെ. സോ ഡെൽറ്റ ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു ഡെൽറ്റ എ അങ്ങ് ചെയ്താൽ മതി. ഡെൽറ്റ എ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ 2 ടൈംസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. അത് ലിക്വിഡ് ഡ്രോപ്പാണ്. സോ 2 ടൈംസ് ഇല്ല, ഒറ്റ സർഫസേ ഉള്ളൂ. സോ ടി ഇൻറ്റു ഡെൽറ്റ എ എന്ന് പറയുമ്പോൾ എത്ര, ഇനിഷ്യലി എത്ര ആയിരുന്നു, 4. ഓക്കെ, ഫൈനൽ ഏരിയ മൈനസ് ഇനിഷ്യൽ ഏരിയ, നമ്മുടെ ജനറൽ ഇക്വേഷൻ തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഫൈനൽ ഏരിയ മൈനസ് ഇനിഷ്യൽ ഏരിയ. ഫൈനൽ ഏരിയ എത്ര, ഫൈനൽ ഏരിയ എന്ന് പറയുമ്പോൾ 4π വലിയ r² മൈനസ് ഇനിഷ്യൽ ഏരിയ എന്ന് പറഞ്ഞാൽ എത്ര ആയിരുന്നു, n കുഞ്ഞു ഡ്രോപ്പുകൾ ഉണ്ടായിരുന്നു ഇല്ലയോ. സോ n ഇൻറ്റു ആ സിസ്റ്റത്തിൻ്റെ മൊത്തത്തിലുള്ള ഇനിഷ്യൽ ഏരിയ എത്ര ആയിരുന്നു, n ഇൻറ്റു 4π കുഞ്ഞ് r². ഓക്കെ, കുഞ്ഞ് ഇതായിരുന്നതിൻ്റെ റേഡിയസ് കുഞ്ഞാറെന്ന് വിചാരിക്കുക. വിച്ച് ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു, പക്ഷേ നമ്മുടെ ഇക്വേഷൻ നോക്കിയേ, നമ്മുടെ ഇക്വേഷനകത്തെല്ലാം എന്താ കിടക്കുന്നത്, വോളിയത്തിൻ്റെയും സർഫസ് ടെൻഷൻ്റെയും പേരില്ല. സർഫസ് ടെൻഷൻ നമുക്കുണ്ട്, പക്ഷേ നമുക്ക് ആരില്ല, വോളിയം ഇല്ല. അപ്പോൾ വോളിയത്തിൻ്റെ ടേംസിലാണ് ഇക്വേഷൻ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, വോളിയത്തിൻ്റെ ഒരു ടേം അവിടെ കൊണ്ടുവരണം. എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? അതായത് എളുപ്പമാണ്. നമുക്കറിയാം വോളിയം, ഫൈനൽ വോളിയം എത്ര ആയി, വി വോളിയം ആയെന്നാണ് പറയുന്നത് ഇല്ലയോ. അത് കൂടി ചേർന്ന് വലിയ റേഡിയസ് ഉള്ള ഒരു വലിയ ഡ്രോപ്പായി. ആ ഡ്രോപ്പിൻ്റെ വോളിയം എത്ര ആയിരുന്നു, വി ആയിരുന്നു. നമുക്കറിയാം ആ വി വോളിയം എന്ന് പറഞ്ഞാൽ എന്താ, വി വോളിയം എന്ന് പറഞ്ഞാൽ 4/3πr³ അല്ലയോ. വി വോളിയം എന്ന് പറഞ്ഞാൽ എന്താ, 4/3πr³. നമുക്കിവിടെ 4πr² ഉണ്ട്. നമുക്ക് ആരുടെ കുറവുണ്ട്, ഒരു ഇൻറ്റു r ചെയ്തായിരുന്നെങ്കിൽ ഇത് r³ കിട്ടിയാനെ. ഒരു /3 വേണം അല്ലയോ. ആണ്, അങ്ങനെ ആയതാന്ന് നോക്കിയാൽ ഇവിടെ 4/3 വേണം. ഞാൻ എന്ത് ചെയ്തു, ഒരു 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എൻ്റെ ഉള്ളത് 4πr² ആയിരുന്നു. എനിക്ക് 4/3πr³ വേണം. ഞാനൊരു 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് വാല്യൂവിന് വ്യത്യാസം വരാതിരിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണം. 4/3π എനിക്ക് r² ഉണ്ടായിരുന്നു, ഇവിടെ എനിക്ക് r³ വേണ്ടുന്നത്. സോ ഞാനൊരു 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വാല്യൂവിന് വ്യത്യാസം വരാതിരിക്കണമെങ്കിൽ 6 കൊണ്ട് എന്ത് ചെയ്യാൻ വേണം, ഡിവൈഡ് ചെയ്യാൻ വേണം. പ്രശ്നം തീർന്നു. മൈനസ് n ഇൻറ്റു 4πr². ഇനിയൊരു വിഷയമുണ്ട്, ഇവിടെ n ഉണ്ട്. നമ്മുടെ ഇക്വേഷനകത്ത് വല്ലോ n ഉണ്ടോ, n ഇല്ല. അപ്പോൾ n-നെയും മാറ്റണം. n-നെ നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും, ഈസി ആയിട്ട് മാറ്റാൻ പറ്റും. നമുക്കറിയാം വോളിയം എന്ന് പറഞ്ഞാൽ എത്ര, ഈ ഫൈനലിൽ കിട്ടിയ വോളിയം എത്ര, n കുഞ്ഞ് ഡ്രോപ്പുകൾ ചേർന്നുണ്ടായതാണ് അല്ലേ. വോളിയം കൺസർവേഷൻ വെച്ച് നമുക്ക് പറയാം ഫൈനൽ വോളിയം എങ്ങനെയാണ് കിട്ടിയത്, n ഇൻറ്റു 4/3π കുഞ്ഞ് r³ അല്ലയോ. 4/3πr³ ചെയ്താൽ മതി. എന്ത് കിട്ടാൻ എനിക്ക്, n ഇൻറ്റു 4/3πr³ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, ഫൈനൽ വോളിയം കിട്ടും. കാരണം ഈ n കുഞ്ഞ് വി വോളിയമുള്ള 4/3πr³ വോളിയമുള്ള n എണ്ണം ചേർന്നിട്ടാണ് എനിക്ക് ഈ വി വോളിയം കിട്ടിയിരിക്കുന്നത്. ഓക്കെ ആണോ. വോളിയം കൺസർവേഷൻ നമ്മൾ നേരത്തെയൊക്കെ ചെയ്തതുപോലെ അതിൽ നിന്ന് n ഈക്വൽ ടു എന്ത് എഴുതാം, 3v / 4πr³ എന്ന് എഴുതാം. സോ ആ n-ന് റീപ്ലേസ് കൊടുക്കാം. 3v / 4πr³ ഇൻറ്റു ഇവിടെ എന്തോ ഉണ്ടായിരുന്നൊരു πr² ഉണ്ടായിരുന്നു. ഓക്കെ, സോ പൈ എന്ത് ചെയ്യും, ക്യാൻസലായി പോവും. r² ഒരു 6 എന്ത് ചെയ്യും, ക്യാൻസലായി പോവും. അതേപോലെ എന്തുകൊണ്ട് പിന്നെ ക്യാൻസൽ ആവാൻ, 4πr² ആയി ഇവിടെ ഉള്ളത് അല്ലേ. സോ ആ 4ഉം എന്ത് ചെയ്യും, ക്യാൻസലായി പോവും. വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി ഇവിടെ നോക്കിയാൽ 4/3πr³ എനിക്ക് എന്തോ എഴുതാം, 4/3πr³ അത് ശരിക്കും പറഞ്ഞാൽ ആരാ, നമ്മുടെ വോളിയം അല്ലയോ. സോ ടി ഇൻറ്റു 3 ഇൻറ്റു വോളിയം എന്ന് കിട്ടും. സോ 3v / r എന്ന് കിട്ടും. മൈനസ് ഇവിടെ എന്തുകൊണ്ട് 3v / കുഞ്ഞ് r ഉണ്ട്. ഓക്കെ ആണോ. ഓക്കെ, സോ ഡെൽറ്റ ഇ നമ്മുടെ ചേഞ്ച് ഇൻ എനർജി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 3v നമുക്ക് ഇനി കോമൺ എടുക്കാം. സോ 3vt ഇൻറ്റു 1/r മൈനസ് 1/r. ഓക്കെ ആണോ. സോ 3vt ഇൻറ്റു 1/r മൈനസ് 1/r. ഓക്കെ,
സോ അങ്ങനെ ഓപ്ഷൻ വല്ലതും കിടപ്പുണ്ടോ? നമുക്കിവിടെ ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്, സി ഓപ്ഷൻ കിടപ്പുണ്ട്. 3VT ഇൻറ്റു 1/, കുഞ്ഞാറ് മൈനസ് വലിയ 1/, വലിയ ആർ എന്നാണ് വന്നിരിക്കുന്നത് അല്ലയോ. 1/, കുഞ്ഞാറ് മൈനസ് 1/, വലിയ ആർ എന്നാണ് വന്നിരിക്കുന്നത്. അതെന്താ അങ്ങനെ വന്നത്? നമുക്കറിയാം ഇവിടെ നമ്മൾ കൺസിഡറേഷൻ ഡെൽറ്റ ഇ നമ്മൾ കണ്ടുപിടിച്ചതേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഡെൽറ്റ ഇ കണ്ടുപിടിക്കുമ്പോൾ നമുക്കറിയാം ഇതെന്തായിരിക്കും വരുന്നത്, ഈ വാല്യൂ എന്തായിരിക്കും വരുന്നത്, നെഗറ്റീവ് ആയിരിക്കും വരുന്നത്. സോ നെഗറ്റീവ് പോസിറ്റീവ് എന്നുള്ള കൺസിഡറേഷനിൽ നമ്മൾ പോസിറ്റീവായിട്ടാണ് ആ വാല്യൂ എഴുതുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ വാല്യൂ എന്തായാലും നെഗറ്റീവാണ്. സോ ഇതിനെ പോസിറ്റീവായിട്ട് എഴുതണമെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, ഒരു നെഗറ്റീവ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. പോസിറ്റീവായിട്ട് എഴുതിയിട്ട് നമ്മൾ എന്ത് പറഞ്ഞാൽ മതി, ആ എനർജി റിലീസ് ആയതാടാന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. സോ ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് വാല്യൂ ആൻസറിനകത്ത് വരുന്നത് എന്തുകൊണ്ടാണ്, റിലീസ് ആയതാണെന്ന് മനസ്സിലാവാനായിട്ടാണ് നമുക്ക് ലാസ്റ്റ് ഫൈനൽ ആൻസർ നെഗറ്റീവ് വരുന്നത്. ഇനി എനിക്ക് ഈ വാല്യൂവിന് എന്തായിട്ട് എഴുതണം, പോസിറ്റീവായിട്ട് എഴുതണം. പോസിറ്റീവായിട്ട് എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യമേ ഞാൻ എന്ത് ചെയ്യണം, ഒരു നെഗറ്റീവ് കൊണ്ട് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം ഇതെന്തായാലും നെഗറ്റീവ് വാല്യൂ എന്ന് നമുക്കറിയാം. സോ ഒരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്തോ ആയിക്കോളും, പോസിറ്റീവ് ആയിക്കോളും. പോസിറ്റീവായിട്ട് ആ വാല്യൂ എഴുതിയിട്ട്, ആ മാഗ്നിറ്റ്യൂഡ് പോസിറ്റീവായിട്ട് എഴുതിയിട്ട് ഞാൻ എന്ത് പറഞ്ഞാൽ മതി, റിലീസ്ഡ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ എനിക്ക് മനസ്സിലാവും ആ എനർജി എന്ത് ചെയ്താൽ റിലീസ് ആയതാണെന്ന് മനസ്സിലാവും. ഓക്കെ ആണോ? ഓക്കെ. സോ നെഗറ്റീവ് വാല്യൂ വരുന്നെങ്കിൽ നെഗറ്റീവായിട്ട് എഴുതണമെന്നില്ല, അതിനെ പോസിറ്റീവാക്കി എഴുതിയിട്ട് റിലീസ്ഡ് എന്ന് എന്ത് ചെയ്താൽ മതി, പറഞ്ഞാലും മതി. സോ വിച്ച് ഈസ് ഈക്വൽ ടു 3VT. നെഗറ്റീവ് ആക്കണമെങ്കിൽ ഒരു മൈനസ് കൊണ്ട് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതെന്താവും, താണ്ട 1/r അങ്ങ് പോസിറ്റീവ് ആവും, ഈ 1/r എന്താവും, നെഗറ്റീവ് ആവും. എന്നിട്ട് അതിൻ്റെ കൂടെ പറയുക റിലീസ്ഡ്, ഇങ്ങനെയും പറയാം. സോ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ കിട്ടി. സി ആണ്, ഓപ്ഷൻ സി ആണ് ആൻസർ. 3VT ഇൻറ്റു 1/r മൈനസ് 1/r ഈസ് റിലീസ്ഡ്. കണ്ടോ, റിലീസ്ഡ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. ഓക്കെ. സോ നോക്കാം, അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. The excess pressure inside a soap bubble is 3 times that of the other bubble, then the ratio of their volume will be. Okay. സോ രണ്ട് സോപ്പ് ബബിൾസ് ഉണ്ട്. ഒരെണ്ണത്തിൻ്റെ വോളിയം V1 ആണെന്ന് വിചാരിക്കുക, അടുത്തതിൻ്റെ വോളിയം എന്താ, V2 ആണെന്ന് വിചാരിക്കുക. ഓക്കെ. സോ ഇനി എന്താ പറഞ്ഞേക്കുന്നത്, നമുക്കറിയാം എക്സസ് പ്രഷർ ഒരു വോളിയത്തിലെ ഫസ്റ്റ് ബബിളിൻ്റെ എക്സസ് പ്രഷറും സെക്കൻഡ് ബബിളിൻ്റെ എക്സസ് പ്രഷറും തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു റിലേഷൻ അവർ തന്നിട്ടുണ്ട്. എന്താ റിലേഷൻ തന്നിട്ടുള്ളത്, ഇതിൻ്റെ എക്സസ് പ്രഷർ എത്ര, ഇതിൻ്റെ എക്സസ് പ്രഷർ ΔP1 എന്ന് വിളിക്കാം. ΔP1 എത്ര എന്നാണ് പറഞ്ഞേക്കുന്നത് നമുക്ക് പറഞ്ഞിട്ടില്ല, പക്ഷേ ΔP1 എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, ΔP2ൻ്റെ എത്ര ടൈംസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, 3 ടൈംസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലയോ. സോ അതാ നോക്കിയാൽ ദ എക്സസ് പ്രഷർ ഇൻസൈഡ് എ സോപ്പ് ബബിൾ ഈസ് 3 times that of other bubble. സോ ΔP1 എന്ന് പറഞ്ഞാൽ എന്താ, 3 times of ΔP2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ V1 ഡിവൈഡഡ് ബൈ V2 എന്ന് പറയുന്ന റേഷ്യോ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതോ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ നമുക്കറിയാം ΔP1 എക്സസ് പ്രഷർ ഓഫ് 1 എന്താ, എക്സസ് പ്രഷർ കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ അറിയാം എത്ര, 2T/R അല്ലയോ. ഇവിടെ ബബിൾ അത് തന്നിരിക്കുന്നത്, ബബിൾ ആയതുകൊണ്ട് അതെന്താ 4T/R ആയി എക്സസ് പ്രഷറിൻ്റെ ഇക്വേഷൻ. സോ 4T/R1 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 4T/R2. സോ നമുക്ക് മനസ്സിലാവും 4T ക്യാൻസൽ ആവും, R2 ഈസ് ഈക്വൽ ടു എന്താ 3R1. R2 ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി, 3R1 എന്ന് കിട്ടി. ഇനി നമുക്കറിയാം വോളിയം എന്ന് പറഞ്ഞാൽ എന്താ 4/3πr³. സോ 4/3πയുടെ കാര്യം എഴുതിയേ വേണ്ട, കാരണം മുകളിലും 4/3π വരും, താഴെ ഒരു 4/3π വരും. അത് രണ്ടും എന്ത് ചെയ്തോളും, ക്യാൻസൽ ആയി പോകും. സോ ഇതെന്താ വരുന്നത്, R1³ ഡിവൈഡഡ് ബൈ R2³. ബാക്കി എല്ലാം എന്ത് ചെയ്യും, ക്യാൻസൽ ആയി പോകും. സോ V1 ഡിവൈഡഡ് ബൈ V2 ഈസ് ഈക്വൽ ടു R1³. R1³ നമുക്ക് R1³ എന്ന് തന്നെ എഴുതാം. R2 നമുക്ക് എന്ത് ചെയ്യാം, 3R1 എന്ന് എഴുതാം. സോ 3³ എത്ര, 27R1³. ഓക്കെ. സോ R1³ ക്യാൻസൽ ആയി പോകും. ഒന്നുമില്ല, R2³ വരെ എന്ത് ചെയ്തു, 3R1 ദ ഹോൾ ക്യൂബ് അല്ലേ, അതായത് 27R1³ എന്നായി. R1 വെട്ടിപ്പോയി. സോ V1 ബൈ V2 ഈസ് ഈക്വൽ ടു 3T 1/27 കിട്ടി അല്ലേ. 1:27. ഓപ്ഷൻ ഡി ആയിരിക്കും എന്തോന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നോക്കിയാൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 0.04 cm liquid column balances the excess pressure inside a soap bubble of radius 6 mm. Evaluate the density of the liquid. Surface tension of soap solution is 0.03 Newton/meter. ഓക്കെ. സോ സിമ്പിൾ ചെയ്യാനായിട്ട് എക്സസ് പ്രഷർ നമുക്കറിയാം, എക്സസ് പ്രഷറിൻ്റെ ഇക്വേഷൻ എന്താ, ΔP ഈസ് ഈക്വൽ ടു എന്താ, നമുക്ക് സർഫസ് ടെൻഷൻ വെച്ചിട്ടുള്ള ഇക്വേഷൻ അറിയാമല്ലോ. അതായത് ഈ ലിക്വിഡ് നമ്മുടെ എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ സോപ്പ് ബബിളിൻ്റെ ടെൻഷൻ തന്നിട്ടുണ്ട്. സോ സോപ്പ് ബബിളിനകത്ത് ഉണ്ടാകുന്ന എക്സസ് പ്രഷർ എത്ര, 4T ഡിവൈഡഡ് ബൈ R അല്ലേ, 4T ഡിവൈഡഡ് ബൈ R. ഓക്കെ. ഇവിടെ സോപ്പ് ബബിളിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ടോ, 6 mm തന്നിട്ടുണ്ട്. ഓക്കെ. നമുക്ക് വാല്യൂസ് എല്ലാം പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി എന്തായാലും എനിക്ക് വേറൊരു കാര്യം അറിയാം, ഈ എക്സസ് പ്രഷർ ബാലൻസ് ചെയ്തേക്കുന്ന ആരാ, ഈ എക്സസ് പ്രഷർ ബാലൻസ് ചെയ്തേക്കുന്നത് 0.04 cm ലിക്വിഡ് കോളം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ എക്സസ് പ്രഷറിനെ ബാലൻസ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ 4T/R എന്ന് പറയുന്ന എക്സസ് പ്രഷറും നമ്മുടെ H ഹൈറ്റിൽ 0.04 cm H ഹൈറ്റിൽ
ഉണ്ടായേക്കുന്ന ആ ലിക്വിഡ് കോളം ഉണ്ടാക്കുന്ന പ്രഷർ എന്ത് തന്നെയാണ്, സെയിം തന്നെ, അത്രയേ ഉള്ളൂ ഇതിൻ്റെ മീനിങ്. ഓക്കെ, സോ അതായത് ഈ എക്സസ് പ്രഷർ, ബബിളിനകത്തുള്ള എക്സസ് പ്രഷറും മറ്റേ ലിക്വിഡ് കോളം കൊണ്ടുണ്ടാകുന്ന ഗേജ് പ്രഷർ എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് അവർ പറഞ്ഞിരിക്കുന്നത് 0.04 സെൻറ്റിമീറ്റർ ലിക്വിഡ് കോളം ബാലൻസസ് ദ എക്സസ് പ്രഷർ ഓഫ് ഇൻസൈഡ് എ സോപ്പ് ബബിൾ. ഓക്കെ ആണോ? ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം നമുക്ക് അന്നേരം, എച്ച് റോ ജി എന്ന് എഴുതാം. ഈ ഡെൻസിറ്റി എന്താ, ആ ലിക്വിഡ് കോളത്തിനകത്തുള്ള ലിക്വിഡിൻ്റെ ഡെൻസിറ്റിയാണ്. സോ ആ റോയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. സോ റോ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, 4T ബൈ റോ ആർ ജി, 4T ഡിവൈഡഡ് ബൈ റോ ആർ ജി. ഓക്കെ ഓക്കെ, സോറി, റോ അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ റോ ഈസ് ഈക്വൽ ടു 4T ഡിവൈഡഡ് ബൈ എച്ച് ജി അല്ലയോ, എച്ച് ആർ ജി. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു, സോ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു 4T ഡിവൈഡഡ് ബൈ എച്ച് ആർ ജി. ഇനി നമുക്ക് എല്ലാത്തിനും വാല്യൂസ് കൊടുക്കാം. സോ 4 നമ്മുടെ കയ്യിലുണ്ട്, ടെൻഷൻ, സർഫസ് ടെൻഷൻ തന്നിട്ടുണ്ട്, ടി എത്ര, 0.03 ന്യൂട്ടൺ പെർ മീറ്റർ ഡിവൈഡഡ് ബൈ, നമുക്ക് SI യൂണിറ്റില്ല, എല്ലാ SI യൂണിറ്റിലാക്കാം അന്നേരം. സോ 0.04 സെൻറ്റിമീറ്റർ, അതിനെ നമുക്ക് എന്ത് ചെയ്യണം, 0.04 ഇൻറ്റു 10⁻⁻² മീറ്ററിലാക്കണം അല്ലേ. സോ 10⁻⁻² ഇൻറ്റു ആർ എത്ര, റേഡിയസ് എത്ര, റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട് 6 മില്ലിമീറ്റർ. സോ 6 ഇൻറ്റു 10⁻³ മീറ്റർ ആയത്. ഇനി എന്തുകൊണ്ട്, ജി ഉണ്ട്, ജി നമുക്ക് 10 ആയിട്ട് അസ്യൂം ചെയ്യാം, വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി എന്തൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റുമെന്ന് നോക്കാം. ഈ 10⁻³ മേളിൽ പോയി കഴിഞ്ഞാൽ എന്താവും, 10 സ്ക്വയർ ആവും. സോ ഇത് മേളിലുള്ളത് 4 ഇൻറ്റു ആ 10 സ്ക്വയർ ആകുമ്പോഴത്തേക്കും അതെന്താവും, ഈ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്താവും, 3 ആവും. ഓക്കെ, ഇനി അതേപോലെ ഒരു 10⁻³ അത് 10⁻³ ആയിട്ട് തന്നെ മേളിൽ കിടക്കട്ടെ. നമ്മുടെ ആൻസറിലെല്ലാം ഒരു 10⁻³ കിടപ്പുണ്ട് അല്ലയോ. സോ അത് 10⁻³ ആയിട്ട് തന്നെ മേളിൽ കിടക്കട്ടെ, ഡിവൈഡഡ് ബൈ. ഇനി എന്തൊക്കെയുണ്ട്, ഇതാ നോക്കിയേ, ഇവിടെ ഒരു 10 ഉണ്ടായിരുന്നു, 10 അത് 0.4 ആവും, 0.4 ഇൻറ്റു 6 എന്ന് വരും അല്ലയോ. 0.4 എനിക്ക് 4/10 എന്ന് എഴുതാം അല്ലയോ. സോ ആ 4 ഈ 4 കൂടെ ക്യാൻസൽ ചെയ്യാം. സോ 30 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 6 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 10⁻³ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. സിമ്പിളായിട്ട് ചെയ്തുകൂടെ, സിമ്പിളായിട്ട് ആൻസറിലെത്തി. ഓക്കെ, സോ 5 ഇൻറ്റു 10⁻³ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഓപ്ഷൻ ബി ആയിരിക്കും എന്തോന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇവിടെ കാണുമ്പോൾ 5 ഇൻറ്റു 10⁻³ ആണ്. ഓക്കെ, ഇത് 103 അല്ല, 10⁻³ ആണ്. ഓക്കെ ഓക്കെ, സോ നോക്കിയാൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, ഒരു സോപ്പ് ബബിൾ ഉണ്ട്, 1 മില്ലിമീറ്റർ റേഡിയസ് ഉണ്ട്, അതുണ്ടാക്കിയേക്കുന്നതിൻ്റെ ലിക്വിഡിൻ്റെ സർഫസ് ടെൻഷൻ 2.5 ഇൻറ്റു 10⁻² എന്ന് വന്നിട്ടുണ്ട്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്, പ്രഷർ ഇൻസൈഡ് ദ ബബിൾ, ഈ ബബിളിനകത്തുള്ള പ്രഷറും Z0 ഹൈറ്റിലുള്ള ഒരു വാട്ടർ കണ്ടെയ്നർ ഉണ്ട്, ആ വാട്ടർ കണ്ടെയ്നറിൻ്റെ Z0 ഹൈറ്റിലുള്ള അല്ലെങ്കിൽ ആ ഡെപ്തിലുള്ള പ്രഷർ എന്ത് തന്നെയാണ്, സെയിം തന്നെയാണെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. Z0 ബിലോ ദ ഫ്രീ സർഫസ് ഓഫ് വാട്ടർ, അതായത് വാട്ടർ സർഫസിൻ്റെ ഫ്രീ സർഫസിൻ്റെ താഴോട്ട് Z0 ഡെപ്തിലുള്ള പ്രഷറും നമ്മുടെ സോപ്പ് ബബിളിനകത്തുള്ള പ്രഷർ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, സെയിം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ എഴുതാം. സോപ്പ് ബബിളിനകത്തുള്ള പ്രഷറിൻ്റെ ഇക്വേഷൻ എന്താ, സോപ്പ് ബബിൾ അല്ലയോ. സോ 4T/R, 4 ഇൻറ്റു സർഫസ് ടെൻഷൻ തന്നിട്ടുണ്ട് 2.5 ഇൻറ്റു 10⁻² ഡിവൈഡഡ് ബൈ R, റേഡിയസ് 1 മില്ലിമീറ്റർ അല്ലെങ്കിൽ 1 ഇൻറ്റു 10⁻³ മീറ്റർ, വിച്ച് ഈസ് ഈക്വൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ Z0 ഡെപ്തിലുള്ള പ്രഷറിന് ഈക്വൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Z0 ഡെപ്തിലുള്ള പ്രഷറിൻ്റെ ഇക്വേഷൻ എന്താ, ഇവിടെ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതാ നോക്കിയാൽ പ്രഷർ ഇൻസൈഡ് ദ ബബിൾ അല്ലേ, പ്രഷർ ഇൻസൈഡ് ദ ബബിൾ എന്ന് പറയുമ്പോൾ അകത്തുള്ള പ്രഷർ അല്ലയോ, ബബിളിൻ്റെ അകത്തുള്ള പ്രഷർ. അതായത് അകത്തുള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കറിയാം എക്സസ് പ്രഷറിൻ്റെ ഇക്വേഷനാണ് 4T/R. സോ അകത്തുള്ള പ്രഷർ എന്താ, PI മൈനസ് PO ആയിരുന്നു എക്സസ് പ്രഷർ. സോ ഇൻസൈഡ് പ്രഷർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ആ എക്സസ് പ്രഷർ 4T/R കൂടെ ആരെയും കൂടെ കൂട്ടണം, നമ്മൾ P0യും കൂടെ കൂട്ടണം. ഓക്കെ, സോ ശരിക്കും പറഞ്ഞാൽ ഈ ക്വസ്റ്റിന് P0യും കൂടെ ആഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ശരിയായിട്ട് കിട്ടും. കാരണം P0 രണ്ട് സൈഡിലും ക്യാൻസൽ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ആ തിയറി പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഗേജ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ, എക്സസ് പ്രഷർ ആയിരിക്കും. സോ Z0 ഹൈറ്റിലുള്ള ഗേജ് പ്രഷർ എടുത്താലും മതി, എക്സസ് പ്രഷറിന് ഈക്വൽ ആക്കിയാലും മതി. ഓക്കെ, അങ്ങനെ ചിന്തിച്ചാലും മതി. ഓക്കെ, എനിവേ ഇൻസൈഡ് പ്രഷർ നമുക്ക് ഇങ്ങനെ തന്നെ എഴുതി പോവാം, പ്രോപ്പറായിട്ട് എഴുതി പോവാം. P0 പ്ലസ് ഇത്രയുണ്ടെന്ന് വിചാരിക്കുക. ഇനി ഇതാ നോക്കിയേ, അവിടെ Z0 ഡെപ്തിലുള്ള പ്രഷർ എന്താ, Z0 ഡെപ്തിലുള്ള പ്രഷർ അവിടെ P0 പ്ലസ് Z0 ഇൻറ്റു റോ ജി അല്ലയോ. റോ എത്ര, റോ 10⁻³ ആയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, G 10. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ P0 ക്യാൻസലായി പോവും. നമുക്കിനി എന്തൊക്കെ ക്യാൻസൽ ചെയ്യാൻ പറ്റും, ഇതാ നോക്കിയാൽ ഇവിടെ ഒരു 10 ഉണ്ട്,
4 ഇൻറ്റു 2.5 എത്ര വരും? 4 ഇൻറ്റു 2.5 10 വരും. 10 ഇൻറ്റു 10⁻² 10⁻1 ആവും അല്ലയോ? 10⁻1 ആവും ഇവിടെ. ഡിവൈഡഡ് ബൈ 10⁻³ ഉണ്ട്, അത് മേളിൽ എഴുതാം, 10⁻³ എന്ന് എഴുതാം. ഈസ് ഈക്വൽ ടു Z0 ഇൻറ്റു 10⁻³ ഇൻറ്റു 10. 10⁻³ 10⁻³ ക്യാൻസൽ ആവും. Z0 ഈസ് ഈക്വൽ ടു 10⁻1 എന്ന് പറഞ്ഞാൽ 1/10. ഈ 10 ഇപ്പുറത്ത് വരുമ്പോൾ 1/100 അല്ലേ? 1/100 മീറ്റർ എന്ന് കിട്ടും. നമുക്ക് സെൻറ്റിമീറ്ററിലാകുമ്പോൾ എത്ര ആവും? സെൻറ്റിമീറ്ററിനെ സെൻറ്റിമീറ്ററിലാക്കാം, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ. സോ 1 സെൻറ്റിമീറ്റർ. ഓക്കെ, സോ ഡി ആയിരിക്കും എന്തെന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ നോക്കിയാൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്നാൽ the wettability of a surface by a liquid depends primarily on viscosity, surface tension, density. നമുക്കറിയാലേ ആംഗിൾ ഓഫ് കോണ്ടാക്ട് അല്ലേ? നമ്മൾ പഠിച്ചത് ആംഗിൾ ഓഫ് കോണ്ടാക്ട് അക്യൂട്ട് ആണെങ്കിൽ വെറ്റാവും. അതേപോലെ ഒബ്റ്റ്യൂസ് ആണെങ്കിൽ, അതായത് 90യേക്കാൾ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യത്തില്ല? വെറ്റാവത്തുമില്ല അല്ലയോ? നമ്മൾ പഠിച്ചായിരുന്നു. സോ അതെന്തിനാ? വെറ്റബിലിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ആംഗിൾ ഓഫ് കോണ്ടാക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, നമുക്കെന്താ ഇവിടെ ചെയ്യാനുള്ള കാപ്പിലറി റൈസ് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റൻ അല്ലയോ? സർഫസ് ടെൻഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കാപ്പിലറി റൈസ് കണ്ടുപിടിക്കണം. നമുക്ക് എന്തും തന്നിട്ടുണ്ട്? ട്യൂബിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഓക്കെ, ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. നമുക്ക് ഇക്വേഷൻ ഡയറക്റ്റ് അറിയില്ലേ? H ഈസ് ഈക്വൽ ടു 2t cos θ ഡിവൈഡഡ് ബൈ r rho g അല്ലേ? ഇതെങ്ങനെയായിരുന്നു വന്നത്? നമുക്കറിയാം എക്സസ് പ്രഷർ 2t/r എന്ന് പറയുന്ന സാധനം എന്തായിരുന്നു? H rho g ആയിരുന്നു. അതുപോലെ നമ്മൾ പഠിച്ചു R ഈസ് ഈക്വൽ ടു എന്താ? R ഡിവൈഡഡ് ബൈ കോസ് θ. θ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഈ കാര്യം അറിയണം, ഈ കൺസെപ്റ്റ് അറിയണം, അതേപോലെ ഇക്വേഷനും ഓർത്തിരിക്കണം. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ എല്ലാം തന്നിട്ടുണ്ട്. നമുക്ക് 2 ഇൻറ്റു t ഈസ് ഈക്വൽ ടു 0.06 ഇൻറ്റു കോസ് θ. കോസ് 0 എത്ര? 1 ഡിവൈഡഡ് ബൈ R 1 മില്ലിമീറ്റർ തന്നിട്ടുണ്ട്. അതിനെ നമുക്ക് എന്ത് ചെയ്യണം? അത് ഡയമീറ്റർ തന്നിരിക്കുന്നത്, റേഡിയസ് ആക്കണം. സോ 1/2. ആ 2നെ അങ്ങ് മേളിൽ എഴുതാം. ഓക്കെ, 1 ഡിവൈഡഡ് ബൈ 2 ഉണ്ടായിരുന്നു, 2നെ മേളിൽ എഴുതി. ഇനി അത് തന്നിരുന്നത് എത്രയിലായിരുന്നു? നമുക്ക് മില്ലിമീറ്ററിലായിരുന്നു. 10⁻³ മീറ്ററിലാക്കി. ഇനി എന്താ? റോ 10⁻³ വാട്ടറാണ് തന്നിരിക്കുന്നത് അല്ലയോ? സോ 10⁻³ ഇൻറ്റു g 10 വിച്ച് ഈസ് ഈക്വൽ ടു എന്താ നോക്കിയാൽ 10⁻3 10⁻³ ക്യാൻസൽ ചെയ്യാൻ നമുക്ക് 2 ഇൻറ്റു 2 4 4 ഇൻറ്റു 0.06 0.24 എന്ന് കിട്ടും. ഡിവൈഡ് ബൈ 10 0.024 എന്ന് കിട്ടും അല്ലേ? ഇത്രയും മീറ്റർ. നമുക്കറിയാം, നമുക്ക് ഓപ്ഷനിലെല്ലാം എന്താ? സെൻറ്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. സോ മീറ്റർ നമുക്ക് എന്ത് ചെയ്യാം? സെൻറ്റിമീറ്ററിലാക്കാം. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2.4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. 2.4 സെൻറ്റിമീറ്റർ. ഓക്കെ, ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പം കൺസെപ്റ്റ് അറിയണം, ഈ കൺസെപ്റ്റ് അറിയണം, ഇതറിഞ്ഞിരിക്കണം. അതേപോലെ ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും ഓർത്തിരിക്കുക. ഇനി അതുപോലെ നോക്കിയേ, ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ്. ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ, ഓക്കെ, ലെസ് ദാൻ 90 ഡിഗ്രി ആണ്. ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ അക്യൂട്ട് ആംഗിൾ ആണ്. അപ്പോൾ എന്ത് ചെയ്യും? വെറ്റ് ചെയ്യും. നമ്മളിത് അറിയാവുന്ന കാര്യം അല്ലേ? സോ വെറ്റ് ചെയ്യും ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെ വെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാപ്പിലറി ട്യൂബിനകത്തിരിക്കുന്ന ഒരു ലിക്വിഡ്, കാപ്പിലറി ട്യൂബിലോട്ട് കയറിയ ലിക്വിഡ്, ഈ കാപ്പിലറി ട്യൂബിനെ വെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്തായിരിക്കും? 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും അല്ലയോ? അതായത് ഇങ്ങനെ ഒരു മിനിസ്കസ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. സോ വെറ്റ് ചെയ്യുന്ന കണ്ടീഷനിൽ ഇങ്ങനെ ഒരു മിനിസ്കസ് ആയിരിക്കത്തില്ലേ ഫോം ചെയ്യുന്നത്? ആയിരിക്കും. ഓക്കെ, സോ കോൺകേവ് മിനിസ്കസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത്. ഇനി വെറ്റ് ചെയ്തില്ലെങ്കിലോ തീറ്റ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആയിരുന്നെങ്കിലോ നോ വെറ്റ് ചെയ്യില്ലല്ലേ? സോ അവിടെ എങ്ങനെ വരും കാപ്പിലറി ട്യൂബ്? നമുക്കറിയാം ആംഗിൾ ഓഫ് കോണ്ടാക്ട് 90യേക്കാൾ മുകളിലാകണം. സോ മിനിസ്കസ് എങ്ങനെ വരും? ഇങ്ങനെ വരും. ഓക്കെ, ഈ കാര്യം കൂടെ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അങ്ങനെ നോക്കിയേ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. Water rises to a height of 10 cm in capillary tube and mercury falls to a depth of 3.5 cm in the same capillary tube. If the density of mercury is 13.6 and its angle of contact തന്നിട്ടുണ്ട്, അതേപോലെ ഡെൻസിറ്റി ഓഫ് വാട്ടർ തന്നിട്ടുണ്ട്, ആംഗിൾ ഓഫ് കോണ്ടാക്ട് തന്നിട്ടുണ്ട്, റേഷ്യോ ഓഫ് ദെയർ സർഫസ് ടെൻഷൻ ആയി വെച്ചിരിക്കുന്നത് അല്ലയോ? രണ്ട് ലിക്വിഡിൻ്റെയും സർഫസ് ടെൻഷൻ്റെ റേഷ്യോസ് ആയി വെച്ചിരിക്കുന്നത്. നോക്കാം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം. നമുക്കറിയാം ഹൈറ്റ് തന്നിട്ടുണ്ട്, കാപ്പിലറി റൈസ് തന്നിട്ടുണ്ടല്ലോ. അത് നമുക്ക് ഫസ്റ്റ് വാട്ടറിൻ്റെ കേസ് എടുത്ത് നോക്കാം. വാട്ടറിൻ്റെ ഹൈറ്റ് എത്ര? H ഈസ് ഈക്വൽ ടു എത്ര നമുക്ക് തന്നിരിക്കുന്നത്? 10 സെൻറ്റിമീറ്റർ തന്നിരിക്കുന്നത്. സോ 10 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു നമുക്ക് ഇക്വേഷൻ അറിയാം 2 ഇൻറ്റു ടി വാട്ടർ അല്ലയോ? നമുക്കറിയത്തില്ല, ആ റേഷ്യോ നമുക്ക് എടുക്കേണ്ടത്. സോ ടി വാട്ടർ എന്ന് തന്നെ ഇട്ടു. 2t കോസ് തീറ്റ, ആംഗിൾ ഓഫ് കോണ്ടാക്ട് 0 ആണ്. കോസ് 0 എത്ര?
1 വരും. 2t cos തീറ്റ ബൈ ആർ നമുക്കറിയത്തില്ല. റോ നമുക്ക് വാട്ടറിൻ്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട് എത്ര 10. വാട്ടറിൻ്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ടോ? നമുക്ക് വാട്ടറിൻ്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട് അല്ലേ, 1 gram per centimeter cube എന്ന് പറഞ്ഞിട്ട്. സോ 1 റോ ആർ ജി. ഓക്കെ, ജി 10 എന്ന് എടുക്കാം. 10 എന്ന് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ റേഷ്യോ എടുക്കുമ്പോൾ ഇത് ശരിക്കും എന്ത് ചെയ്യും, ക്യാൻസലായി പോകാനുള്ളതാണ്. ഓക്കെ, സോ ജി എന്ന് തന്നെ ഇടുക. ഇനി അതേപോലെ മെർക്കുറിയുടെ കാര്യം എടുക്കുകയാണെങ്കിലോ, മെർക്കുറിയുടെ എന്ത് തന്നിട്ടുണ്ട്, മെർക്കുറിയുടെ നമുക്ക് തന്നിട്ടുണ്ട് ഡെപ്താണ് തന്നേക്കുന്നത് ഇല്ലയോ, അത് ഫോൾ ചെയ്യുക ചെയ്യുന്നത്. സോ -3.5 എന്ന് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ മാഗ്നിറ്റ്യൂഡ് മാത്രം കൺസിഡർ ചെയ്യുക. മാഗ്നിറ്റ്യൂഡ് മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് cos 135ൻ്റെ വാല്യൂ എന്തെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, 0.7 എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും cos 135ൻ്റെ വാല്യൂ എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും, അത് നെഗറ്റീവ് ആയിരിക്കും, -0.7 ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകിൽ cos 135ൻ്റെ വാല്യൂ എടുക്കുമ്പോൾ -0.7 തന്നെ കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ഈ ഡെപ്ത് ആണെന്ന് ആലോചിക്കേണ്ട, ആ ഡെപ്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എന്ത് ചെയ്യുക, എഴുതുക. ഓക്കെ, അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും എഴുതാം. ഇവിടെ ഞാൻ ഡെപ്ത് നെഗറ്റീവായിട്ട് തന്നെ എടുത്ത് എഴുതി കാണിച്ചു തരാം. ഡെപ്ത് എഴുതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നെഗറ്റീവ് എഴുതാം, -0.35 എന്ന് എഴുതാം. ഓക്കെ, സോറി, -3.5 എന്ന് എഴുതാം. -3.5 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ടി എത്ര, ടി മെർക്കുറി നമുക്കതറിയണം, 2t cos തീറ്റ, cos 135 എത്ര 0.7 ഇവിടെ എടുക്കാൻ പറഞ്ഞേക്കുന്ന വാല്യൂ. പക്ഷേ ശരിക്കും എന്ത് വരും, -0.7 വരും അല്ലേ. cos 90യേക്കാൾ മുകളിലുള്ള വാല്യൂ, cos 90യേക്കാൾ മുകളിലുള്ള വാല്യൂസിന് കോസിൻ്റെ വാല്യൂ എന്തായിരിക്കും, 90യേക്കാൾ മുകളിലാണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ cos 135 എത്ര -0.7 ഡിവൈഡഡ് ബൈ ആർ എത്ര, ആർ എന്ന് പറയുന്നത് നമുക്കറിയത്തില്ല, 6 തന്നെ ഇട്ടിരുന്നാൽ മതി. 6 ഇൻറ്റു നമുക്കിനി ഡെൻസിറ്റി വേണം. ഡെൻസിറ്റി എത്ര തന്നിരിക്കുന്നത് 13.6 ഇൻറ്റു ജി. ഓക്കെ, ഇവിടെ ഡെൻസിറ്റി ഞാൻ 13.6 എടുത്ത് എന്താ കാരണം, നമ്മളിവിടെ എച്ച് എന്ത് തന്നെ എടുക്കുന്നത്, സെൻറ്റിമീറ്റർ തന്നെ എടുക്കുന്നത്. സോ ആറിൻ്റെയും ജിയുടെയും യൂണിറ്റ് നമ്മൾ ഇട്ടിട്ടില്ല, നമ്മൾ ജസ്റ്റ് ആറും ജി എന്ന് എഴുതിയിട്ടേ ഉള്ളൂ, ക്യാൻസലായി പോവുകയും ചെയ്യും. ഓക്കെ, ബാക്കി എല്ലാം നമ്മൾ അതേപോലെ തന്നെ ഇട്ടേക്കുന്നത്. സോ നമുക്ക് റേഷ്യോ വേണമെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് രണ്ടുകൂടെ ഡിവൈഡ് ചെയ്ത് നോക്കാം. രണ്ടുകൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 3. ഈ മൈനസ് നമുക്ക് ഇവിടെ വെച്ച് തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. ഓക്കെ, രണ്ടുകൂടെ ഡിവൈഡ് ചെയ്യുമ്പം 3.5 ഡിവൈഡഡ് ബൈ മെർക്കുറി ബൈ വാട്ടർ എന്നാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് വിചാരിക്കുക. ഓക്കെ, 3.5 ഡിവൈഡഡ് ബൈ 10 ഈസ് ഈക്വൽ ടു എന്ത് വരും, 2 2 ക്യാൻസലാവും, TM മുകളിലുണ്ട്, ഇതേ ഡിവൈഡഡ് ബൈ ഇതെന്നാണ് ചെയ്യുന്നത്. ഓക്കെ, TM മുകളിലുണ്ട്, ഒരു 0.7 മുകളിലുണ്ട്, ഡിവൈഡഡ് ബൈ ഇവിടെ എന്തൊക്കെയുണ്ട്, 2 ക്യാൻസൽ ആയിട്ടുണ്ട്, ഒരു TW ഉണ്ട്, എന്തുകൊണ്ട് പിന്നെ ഡിവൈഡഡ് ബൈ ബാക്കിയെല്ലാം എന്ത് ചെയ്യും, ക്യാൻസലായി പോയില്ലയോ. ഇവിടെ ഇനി TM ഡിവൈഡഡ് ബൈ എന്തുണ്ടായിരുന്നു, ഒരു 13.6 ഉണ്ടായിരുന്നു, ഇൻറ്റു 13.6, ബാക്കിയെല്ലാം എന്ത് ചെയ്യും, ക്യാൻസലായി പോകും. ഓക്കെ, സോ നമുക്ക് ഏതാ റേഷ്യോ വേണ്ടുന്നത്, 2 ലിക്വിഡ്സ് അല്ലയോ. 2 ലിക്വിഡ്സ് എന്ന് പറയുമ്പം ഏത് റേഷ്യോ വേണ്ടുന്നത്, വാട്ടർ ടു മെർക്കുറി. ആദ്യം വാട്ടറിൻ്റെ കാര്യമല്ലേ പറഞ്ഞേക്കുന്നത്, വാട്ടറിൻ്റെ കാര്യം, പിന്നെന്താ പറഞ്ഞേക്കുന്നത്, മെർക്കുറിയുടെ കാര്യം. സോ വാട്ടർ ഡിവൈഡഡ് ബൈ മെർക്കുറി എന്ന് വേണം അല്ലയോ. TW ഡിവൈഡഡ് ബൈ TM ആണ് നമുക്ക് വേണ്ടുന്നത്. ഓക്കെ, സോ TW ഡിവൈഡഡ് ബൈ TM ഈസ് ഈക്വൽ ടു എന്തെന്ന് വരിക്കാം, 0.7 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 3.5 ഇൻറ്റു 13.6. 0.7 ഇൻറ്റു 10 7 എന്ന് എഴുതാം. 7 ഡിവൈഡഡ് ബൈ 3.5. 3.5 ഇൻറ്റു 2 ആണെന്ന് തോന്നുന്നു 7 എന്ന് പറയുന്നത്. സോ അത് രണ്ടും കൂടെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ മുകളിൽ എന്ത് വരും, 2 വരും. 2 ഡിവൈഡഡ് ബൈ 13.6 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 13.6 നമുക്ക് എങ്ങനെ എഴുതാം, 136 ഡിവൈഡഡ് ബൈ 10 എന്ന് എഴുതി കൂടെ, ആ 10 നമുക്ക് മേളിൽ കൊണ്ടുപോകും അല്ലയോ. സോ 20 ബൈ 136 എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു, സോ 4 കൊണ്ട് നമുക്ക് രണ്ടും ക്യാൻസൽ ചെയ്യാം, മുകളിൽ 5 വരും, ഡിവൈഡഡ് ബൈ 136 ഡിവൈഡഡ് ബൈ 4 എത്ര, 12 1 16 34 അല്ലയോ. സോ 5:34 എന്ന ആൻസർ വരും, 5:34. ഓക്കെ, നോക്കിയാൽ അങ്ങനെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 3 liquids of densities ρ1, ρ2 and ρ3 with ρ1 greater than ρ2 greater than ρ3 having same value of surface tension T rise to the same height in 3 identical capillaries. The angle of contact θ1, θ2, θ3 എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്താ തന്നിരിക്കുന്നത്, 3 ഡെൻസിറ്റി ഉള്ള ലിക്വിഡ് തന്നിട്ടുണ്ട്. സോ ρ1, ρ2, ρ3 ആണ്. സെയിം കാപ്പിലറി റൈസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലയോ. പക്ഷേ എല്ലാത്തിനും എന്താ ഉണ്ടാകുന്നത്, സെയിം കാപ്പിലറി റൈസ് ആണെന്ന് പറയുന്നത്. സോ H എന്ന് പറയുന്നത് എന്താ, എല്ലാവർക്കും സെയിം. H ഈസ് ഈക്വൽ ടു എന്താ, 2t cos θ ഡിവൈഡഡ് ബൈ ρ r g അല്ലേ. H എല്ലാത്തിനും സെയിം. ഇനി ഇതാ നോക്കിയേ,
ഇതിനെല്ലാത്തിനും സെയിം സർഫസ് ടെൻഷൻ ആണെന്ന് പറയുന്നുണ്ട് അല്ലയോ. സോ എച്ചിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ക്യാപ്പിലറൈസ് സെയിം ആയിട്ടിരിക്കാൻ ക്യാപ്പിലറൈസിന് ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കുക സർഫസ് ടെൻഷൻ സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലയോ. അപ്പോൾ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, എല്ലാ ലിക്വിഡിനും സർഫസ് ടെൻഷൻ എന്താ സെയിമാണ്. കോസ് തീറ്റ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, നമുക്കറിയാം θ1 θ2 θ3 തമ്മിലുള്ള ഇത് എടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇനി അതേപോലെ അതാ നോക്കിയാൽ 2 ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അതേപോലെ 6 ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, കാരണം സെയിം ക്യാപ്പിലറി ട്യൂബാണ്. സോ അതിൻ്റെ റേഡിയസ് എന്തായിരിക്കും സെയിം ആയിരിക്കും. ജിയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, സോ എച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് വിളിക്കാം, എച്ച് ഈസ് ഈക്വൽ ടു കോസ് തീറ്റ ബൈ, ഓക്കെ, എച്ച് ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു കോസ് തീറ്റ ഡിവൈഡഡ് ബൈ റോ എന്ന് വിളിക്കാം അല്ലയോ. ബാക്കി എല്ലാം കോൺസ്റ്റൻറ്റുകൾ അതെല്ലാം ചെയ്യുമ്പോൾ എന്തിട്ട് ഒരു കോൺസ്റ്റൻറ്റ് കിട്ടും. സോ എച്ച് ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ഇൻറ്റു കോസ് തീറ്റ ബൈ റോ എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ കോസ് തീറ്റ ബൈ റോ 1, ഓക്കെ, കോസ് തീറ്റ 1 ബൈ റോ 1 അതാകുമ്പോൾ ആര് കിട്ടും, H1 കിട്ടും. H1ഉം H2ഉം H3 എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. സോ കെ ഇൻറ്റു കോസ് തീറ്റ 1 ബൈ റോ 1ഉം കെ ഇൻറ്റു കോസ് തീറ്റ 2 ബൈ റോ 2ഉം കെ ഇൻറ്റു കോസ് തീറ്റ 3 ബൈ റോ 3ഉം എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. ഇവിടെ നമുക്ക് മനസ്സിലാവും എച്ച് മാറാൻ കാരണമാവുന്ന ആയി മാത്രമേ ഉള്ളൂ, കോസ് തീറ്റ ബൈ റോ എന്ന് പറയുന്ന കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ. സോ കോസ് തീറ്റ 1 ബൈ റോ 1ഉം കോസ് തീറ്റ 2 ബൈ റോ 2ഉം കോസ് തീറ്റ 3 ബൈ റോ 3 എന്ത് ചെയ്യണം, സെയിം ആയിട്ട് നിൽക്കണം. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് റോ 1 കൂടുതലാണ്, റോ 1 റോ 2 റോ 3 നോക്കുമ്പോൾ ആരാ ഏറ്റവും കൂടുതൽ, റോ 1 കൂടുതലാണ്. റോ 1 കൂടിയാൽ കോസ് തീറ്റയും എന്ത് ചെയ്യണം, അതേപോലെ കൂടണം. ആ വാല്യൂ സെയിം ആയിട്ട് നിൽക്കണമെങ്കിൽ റോ 1 കൂടുതലാണെങ്കിൽ കോസ് തീറ്റ 1 എന്തായിരിക്കും, കൂടുതലായിരിക്കും. റോ 2 അത്ര കൂടുതലല്ല, കുറച്ച് കൂടുതലല്ല, അപ്പോൾ കോസ് തീറ്റ 2 എന്താ, കുറച്ച് കൂടുതലാണ്. റോ 3 പിന്നെയും ചെറുതാ, അപ്പോൾ കോസ് തീറ്റ 3 എന്ത് തന്നെ ആയാൽ മതി, കുറച്ച് ചെറുതായിട്ടിരുന്നാൽ മതി. സോ ആ റേഷ്യോ എപ്പോഴും എന്ത് ചെയ്യും, സെയിം ആയിട്ട് നിൽക്കും. ഓക്കെ, സോ നമുക്ക് മനസ്സിലായി കോസ് തീറ്റ 1 ആയിരിക്കും ഏറ്റവും വലുത്. ഇനി ഇതാ നോക്കിയേ, കോസ് 0യുടെ വാല്യൂ എത്ര, കോസ് 0 ഈസ് ഈക്വൽ ടു 1. കോസ് 90യുടെ വാല്യൂ എന്താ, കോസ് 90 0 ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. തീറ്റ കൂടുമ്പോൾ അതാ നോക്കിയാൽ, തീറ്റ കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്, തീറ്റ കൂടുമ്പോൾ 0യിൽ നിന്ന് 90യിലോട്ട് തീറ്റ കൂടുമ്പം കോസിൻ്റെ വാല്യൂ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, കോസിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുക അല്ലയോ. സോ തീറ്റ ഏറ്റവും കുറവാണെങ്കിൽ കോസിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, കൂടുതലായിരിക്കും. ഇതെവിടാ, 0 മുതൽ 90 വരെ ആലോചിക്കുമ്പോഴാണ്. ഞാൻ എന്തിനാണ് 0 മുതൽ 90 വരെ ആലോചിച്ചത്, നമുക്കിവിടെ തന്നിട്ടുണ്ട് ക്യാപ്പിലറി എന്താ ചെയ്തേക്കുന്നത്, റൈസാണ് ചെയ്തേക്കുന്നത് അല്ലയോ. ക്യാപ്പിലറി റൈസാണ് ചെയ്തേക്കുന്നത്, എന്ത് ചെയ്യും, റൈസാണ് ചെയ്തേക്കുന്നത്. സോ റൈസ് ചെയ്യണമെങ്കിൽ കോസ് തീറ്റയുടെ വാല്യൂ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും അല്ലയോ. എച്ചിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം 2t കോസ് തീറ്റ ബൈ റോ ആർ ജി. ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ആവാനുള്ള ഒരാളാരാ, കോസ് തീറ്റ. അതായത് കോസ് തീറ്റ നെഗറ്റീവ് ആണെങ്കിൽ ക്യാപ്പിലറി എന്ത് ചെയ്യും, ഡെപ്തിലോട്ട് പോകും, താഴോട്ട് പോകും. അതായത് ഉണ്ടാകുന്ന മിനിസ്കസ് എന്തായിരിക്കും, ഇങ്ങനെ ആയിരിക്കുകയും ചെയ്യും. നമ്മൾ പഠിച്ചതല്ലയോ, ഉണ്ടാകുന്ന മിനിസ്കസ് എങ്ങനെയായിരിക്കും, ഇങ്ങനെ ആയിരിക്കുകയും ചെയ്യും. അത് എന്ത് ചെയ്യും, താഴോട്ട് പോകത്തേ ഉള്ളൂ, റൈസ് ഉണ്ടാകത്തില്ല, ഡെപ്ത് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് റൈസാന്ന് പറഞ്ഞിട്ടുണ്ട്. സോ കോസിൻ്റെ വാല്യൂ എന്ത് തന്നെയാണ്, പോസിറ്റീവ് തന്നെ. സോ പോസിറ്റീവ് ആണെങ്കിൽ എവിടെ തൊട്ട് എവിടം വരെയുള്ള ആംഗിൾ നോക്കിയാൽ മതി, 0 മുതൽ 90 വരെയുള്ള അല്ലേ, 0 മുതൽ 90 വരെ അക്യൂട്ട് ആംഗിൾ നോക്കിയാൽ മതി. റൈസാണ് ചെയ്തത്, അത് വെറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ കൺസെപ്റ്റുകളെല്ലാം മനസ്സിലോട്ട് ഓടി വരണം കേട്ടോ. ഓക്കെ, സോ 0 to 90യിൽ എന്ത് ചെയ്തു, 0 to 90 വരെയുള്ള കാര്യം മാത്രം ആലോചിച്ചാൽ മതി. അപ്പോൾ 0 ആയിരിക്കുമ്പോൾ തീറ്റ ഏറ്റവും ചെറുതായിട്ടിരുന്ന് കഴിഞ്ഞാൽ കോസിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, വലുതായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും തീറ്റ 1 എന്തായിരിക്കണം, ചെറുതായിരിക്കണം. തീറ്റ 2 എന്തായിരിക്കണം, കുറച്ചുകൂടെ വലുത്. തീറ്റ 3 ആയിരിക്കും ഏറ്റവും വലുത്. സോ തീറ്റ 1 ചെറുതാണെങ്കിൽ കോസ് തീറ്റ 1 എന്തായിരിക്കും, കുറച്ച് വലുതായിരിക്കും. തീറ്റയുടെ വാല്യൂ ചെറുതാവും തോറും കോസ് തീറ്റയുടെ വാല്യൂ എന്ത് ചെയ്യും, ചെറുതായിക്കൊണ്ടിരിക്കും. നമുക്കത് തന്നെയല്ലേ വേണ്ടുന്നത്. ഓക്കെ, സോ നമുക്ക് പറയാം തീറ്റ 1 തീറ്റ 2 തീറ്റ 3 എന്ന് പറയാം. ഇനി നമ്മുടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്താ, റൈസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റൈസ് ആണെങ്കിൽ എന്തൊരു ആംഗിൾ ആയിരിക്കും, അക്യൂട്ട് ആംഗിൾ ആയിരിക്കും, 0യ്ക്കും 90യ്ക്കും ഇടയിലായിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ എന്തായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, 0യ്ക്കും π/2 ഇടയിലായിരിക്കും. സോ ഓപ്ഷൻ സി ആയിരിക്കും എന്തോന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കുറേ കൺസെപ്റ്റുകളും കൂടെ നമ്മൾ ചർച്ച ചെയ്ത് അതുമൊക്കെ എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, water rises in a vertical capillary tube up to a height of 2 cm. If the tube is inclined at an angle of 60 degree with the vertical, then up to what length water will rise in the tube? Okay, so എന്താ ചോദിച്ചിരിക്കുന്നത്, നമുക്ക് ഒരു വെർട്ടിക്കലുമായിട്ടൊരു 60 ഡിഗ്രി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കാപ്പിലറി ട്യൂബ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അല്ലയോ. അങ്ങനെയാണെങ്കിൽ ആ കാപ്പിലറി ട്യൂബിലോട്ട് എത്ര ലെങ്ത് വരെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിരിക്കുന്നത്, വാട്ടർ കയറുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലയോ, വാട്ടർ റൈസ് ചെയ്യുമെന്ന് ചോദിച്ചിരിക്കുന്നത്. സോ ഈ ടെസ്റ്റ് ട്യൂബല്ല കാപ്പിലറി ട്യൂബിൻ്റെ എത്ര ലെങ്ത് വരെ നനയുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലയോ. വിത്ത് ദെൻ അപ് ടു വാട്ട് ലെങ്ത് ദ വാട്ടർ വിൽ റൈസ് ഇൻ ദ ട്യൂബ്. ഓക്കെ, അപ്പോൾ എത്ര ലെങ്ത്
കാപ്പിലറി ട്യൂബിനകത്ത് വാട്ടർ റൈസ് ചെയ്യുമെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ തന്നിരുന്ന ഇൻഫർമേഷൻ എന്താ, വെർട്ടിക്കൽ കാപ്പിലറി ട്യൂബ് ആയിരുന്നെങ്കിലോ, വെർട്ടിക്കൽ ആയിരുന്നെങ്കിൽ അത് എത്ര ഹൈറ്റ് വരെ പോയേനെ, 2 സെൻറ്റിമീറ്റർ വരെ പോയേനെ. എത്ര സെൻറ്റിമീറ്റർ പോയേനെ, 2 സെൻറ്റിമീറ്റർ വരെ പോയേനെ. സോ അത് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 60 ഡിഗ്രി എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര ഹൈറ്റ് വരെ, എത്ര ലെങ്ത് വരെ എന്ത് ചെയ്തേക്കുമെന്ന് ചോദിച്ചിരിക്കുന്നത്, വാട്ടർ കാപ്പിലറിയിൽ റൈസ് ആകുമെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വേറൊരു കാര്യം അറിയാം, ഈ ലിക്വിഡ് കോളത്തിൻ്റെ ഹൈറ്റ്, ഈ സർഫസിൻ്റെ ഹൈറ്റ് എപ്പോഴും എത്ര ആയിരിക്കും, 2 തന്നെ ആയിരിക്കും അല്ലേ. നമുക്കറിയാം അത് എങ്ങനെ വെച്ചാലും ലിക്വിഡ് കോളം എങ്ങനെ ആയിരിക്കും, നമ്മൾ ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എങ്ങനെ വെച്ചാലും ഇൻക്ലൈൻ ചെയ്തോ ഏത് ഷേപ്പിലും ആയിക്കോട്ടെ, നമുക്ക് ഒരേ പ്രഷറാണെങ്കിൽ ലിക്വിഡ് കോളത്തിൻ്റെ ഹൈറ്റ് എന്ത് തന്നെയായിരിക്കും, സെയിം തന്നെയായിരിക്കും. നമ്മളത് പഠിച്ചിട്ടുള്ള കാര്യം അല്ലയോ. സോ ഇതും എന്ത് തന്നെയായിരിക്കും, 2 തന്നെയായിരിക്കും. ഇത് 60 ആണ്, അങ്ങനെയാണെങ്കിൽ ഇതെത്ര, 30 ഡിഗ്രി അല്ലയോ, ഇത് 30 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ 2 കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, എല്ലാ ഈ സൈഡ് അല്ലയോ, ഹൈപ്പോട്ന്യൂസ് പോലെ വന്നേക്കുന്നത് എല്ലാ അല്ലയോ, ഇവിടെ ട്രയാങ്കിൾ പോലെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും, എന്താ നോക്കിയേ, 2 എന്ന് പറയുന്നത് എന്താ, 2 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, എൽ സൈൻ 30 ആയിരിക്കും അല്ലേ, എൽ സൈൻ 30 ആയിരിക്കും. സോ എൽ സൈൻ 30 എടുത്താൽ എന്ത് കിട്ടും, 2 കിട്ടും. അങ്ങനെയാണെങ്കിൽ എൽ ഈസ് ഈക്വൽ ടു എന്ത് വരും, 2/sin30 എന്ന് എടുക്കാം. sin 30 എത്ര, 1/2. സോ 2 ഡിവൈഡഡ് ബൈ 1/2, 2 × 2 വരും, 4 വരും. ഓക്കെ, സോ ഇത് സെൻറ്റിമീറ്ററിലാണ് ഇവിടെ കൊടുത്തേക്കുന്നത്, അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും, ആൻസർ 4 സെൻറ്റിമീറ്റർ എന്ന് ആൻസർ കിട്ടും. ഓക്കെ ഓക്കെ അടുത്ത എന്താ ചോദിച്ചിരിക്കുന്നത്, വാട്ടർ റൈസസ് ടു എ ഹൈറ്റ് ഓഫ് 20 millimeter ഇൻ എ കാപ്പിലറി ഇഫ് ദ റേഡിയസ് ഓഫ് കാപ്പിലറി ഈസ് മെയ്ഡ് 1/3 ഓഫ് ഇറ്റ്സ് പ്രീവിയസ് വാല്യൂ ദെൻ ദ ന്യൂ വാല്യൂ ഓഫ് കാപ്പിലറി റൈസ്. ഓക്കെ, കാപ്പിലറി റൈസിൻ്റെ ഇക്വേഷൻ എന്താ, H ഈസ് ഈക്വൽ ടു 2t cos θ ബൈ ρRg. നമുക്കറിയാം ഇവിടെ വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, 20 millimeter ആദ്യം റൈസ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്ത് മാറ്റിയുള്ളൂ, റേഡിയസ് മാത്രമേ ചേഞ്ച് ചെയ്തുള്ളൂ, വേറെ ഒന്നും ഇവിടെ ചേഞ്ച് ആയിട്ടില്ല. സോ തീറ്റ ആംഗിൾ ഓഫ് കോൺടാക്ട് ചേഞ്ച് ആവത്തില്ല, ടി ചേഞ്ച് ആവത്തില്ല, ജി റോ ഒന്നും ചേഞ്ച് ആവത്തില്ല, ആർ മാത്രമേ ചേഞ്ച് ആവത്തുള്ളൂ. സോ എച്ച് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തെന്ന് പറയാം, 1/r എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് H1 ഡിവൈഡഡ് ബൈ H2 ആണെന്ന് വിചാരിക്കുക. H2 അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, പുതിയ ഹൈറ്റ് റൈസ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. സോ H1/H2 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, 1/H1 എന്ന് പറഞ്ഞാൽ H ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/r. അപ്പോൾ 1/r, അപ്പോൾ H1 എന്ന് പറയുന്നത് 1/r1 പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ 1/r1 ഡിവൈഡഡ് ബൈ 1/r2 നമുക്ക് എഴുതാം, H1/H2 ഇല്ലയോ. പ്രൊപ്പോർഷൻ ആയിരുന്നു, നമ്മൾ ഡിവൈഡ് ചെയ്ത് എഴുതുമ്പോൾ എന്ത് ചെയ്യും, പ്രൊപ്പോർഷണാലിറ്റി ഒക്കെ കളഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും ഇല്ലയോ. H ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ഇൻറ്റു 1/r എന്ന് വേണമെങ്കിൽ വിളിക്കാം, അങ്ങനെ വിളിക്കാം. അങ്ങനെയാണെങ്കിൽ H1/H2 വരുമ്പോൾ ആ കോൺസ്റ്റൻറ്റുകളെല്ലാം എന്ത് ചെയ്യും, കട്ട് ചെയ്ത് പോകും. H1/H2 ഈസ് ഈക്വൽ ടു എന്ത് വരും, 1/r1/1/r2 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, R2 ഡിവൈഡഡ് ബൈ R1 എന്ന് എഴുതാം. H1/H2 ഈസ് ഈക്വൽ ടു R2 എത്രയാ, പുതിയ വാല്യൂ എത്രയാ, പുതിയ വാല്യൂ എന്ന് പറയുന്നത് 1/3 ഓഫ് ഇറ്റ്സ് പ്രീവിയസ് വാല്യൂ അല്ലേ. പുതിയ വാല്യൂ എന്ന് പറയുന്നത് 1/3 ഓഫ് പഴയ വാല്യൂ, അതായത് 1/3 R1 ആയിരുന്നു. R1 തന്നെ, വിച്ച് ഈസ് ഈക്വൽ ടു R1 R1 ക്യാൻസൽ ആവും, 1/3 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ H2 ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും, 3 × H1 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 3 × H1 എത്ര ആയിരുന്നു, ഫസ്റ്റ് എത്ര ആയിരുന്നു, 20 ആയിരുന്നു. സോ 3 × 20 വിച്ച് ഈസ് ഈക്വൽ ടു 60 millimeter എന്ന് കിട്ടും. ഓക്കെ, ഓപ്ഷൻ ബി റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടും. സിമ്പിൾ കണക്കാണ്. ഓക്കെ, സോ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ സാധ്യതയുള്ളതാണ്, വരാൻ സാധ്യതയുള്ളത്, ചോദിക്കാൻ സാധ്യതയായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. സോ ഇതെല്ലാം എന്ത് ചെയ്യുക, പഠിക്കുക. അങ്ങനെ എന്തോ നോക്കിയേ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇൻ എ കാപ്പിലറി ട്യൂബ് വാട്ടർ റൈസസ് ടു എ ഹൈറ്റ് ഓഫ് 4 centimeter. ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ ട്യൂബ് വെയർ 1/4 ഏരിയ വുഡ് ഹാവ് റൈസൺ ടു എ ഹൈറ്റ് ഓഫ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്, ക്രോസ് സെക്ഷണൽ ഏരിയ മാറ്റിക്കുന്നത്. എനിവേ നമുക്കറിയാം H1/H2 നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, H1/H2 നമുക്ക് കണ്ടുപിടിക്കണം, തൊട്ട് മുന്നത്തെ കണക്ക് തന്നെ. പക്ഷേ ഇവിടെ റേഡിയസ് ആയിരുന്നു കഴിഞ്ഞത്, ഈ മാറ്റം എന്ന് പറഞ്ഞത്. ഇവിടെ എന്താ പറഞ്ഞത്, ക്രോസ് സെക്ഷണൽ ഏരിയ മാറ്റി, പക്ഷേ റേഡിയസിനൊന്ന്, അപ്പോൾ റേഡിയസ് ഉറപ്പായിട്ട് മാറുമല്ലോ, റേഡിയസ് മാറുമ്പോഴാണ് ആര് മാറുന്നത്, ക്രോസ് സെക്ഷണൽ ഏരിയ മാറുന്നത്. ഓക്കെ, സോ ക്രോസ് സെക്ഷണൽ ഏരിയ മാറ്റിയതിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് തന്നിരിക്കുന്നത് റേഡിയസിൻ്റെ അല്ല. എനിവേ ബാക്കിയുള്ളതെല്ലാം എന്തായിരിക്കും, നേരത്തെ തൊട്ട് മുന്നേ കണ്ടതുപോലെ 2t cos θ ബൈ ρg, ഇത്രയും സാധനങ്ങളും എന്ത് തന്നെയായിരിക്കും, കോൺസ്റ്റന്റ് തന്നെയായിരിക്കും. H1 ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്ത് തന്നെയാണ്, 1/r, കാരണം ഇവിടെ ഏരിയ മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം H1/H2 എന്ന് പറയുന്നത് എന്തായിരുന്നു, R2/R1 ആയിരുന്നു, തൊട്ട് മുന്നേ കണ്ടതാണ്. ഓക്കെ, ഇനി ഏരിയ മാറിയത് A1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, A1 എന്ന് പറയുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത്, എന്താ പുതിയ ഏരിയ. A2 എന്ന് പറയുന്ന ഏരിയ എന്താ, ഇഫ് ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ ട്യൂബ് വെയർ 1/4. ഓക്കെ, സോ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ ട്യൂബ് വെയർ 1/4. ഓക്കെ, 1/4 ആക്കി. A2 എന്ന് പറയുന്നത് എത്ര ആക്കി,
1/4 ഓഫ് A1 ആക്കി. നമുക്കറിയാം A2 എന്ന് പറഞ്ഞാൽ എന്താ 4 പൈ ആർ സ്ക്വയർ. ഏരിയ എന്ന് പറയുന്നത് എന്താ പൈ ആർ സ്ക്വയർ. അതിൽ ക്രോസ് സെക്ഷണൽ ഏരിയ, ഒരു കാപ്പിലറി ട്യൂബിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ പൈ ആർ സ്ക്വയറാണ്. സോ പൈ രണ്ടിടത്ത് എന്ത് ചെയ്യും, ക്യാൻസലായി പോവും. പൈ R2 സ്ക്വയർ ഈസിക്കൽ ടു 1/4 പൈ R1 സ്ക്വയർ. ഓക്കെ, പൈ ക്യാൻസലായി പോവും. R2 നമുക്ക് R2 ഈസിക്കൽ ടു എന്തെന്ന് കിട്ടും, R2 ഈസിക്കൽ ടു R1/2 എന്ന് കിട്ടും. R2 ഈസിക്കൽ ടു R1/2 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം R2 ഈസിക്കൽ ടു എന്താ R1 ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ R1. R1 2 ക്യാൻസൽ ആവും, ഈസിക്കൽ ടു 1/2 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ H2 ഈസിക്കൽ ടു എന്താ, H2 ഈസിക്കൽ ടു 2 H1 വിച്ച് ഈസിക്കൽ ടു 2 ഇൻറ്റു H1. H1 എത്ര, ആദ്യം 4 ഇൻറ്റു 2 8. സോ 8 സെൻറ്റിമീറ്റർ. സിമ്പിളായിട്ട് അതും ചെയ്യാൻ പറ്റും. അങ്ങനെ എന്താ നോക്കിയേ, a capillary tube of radius r is immersed in water and the water rises into a height of h. Mass of the water in the capillary tube is m. The radius of tube is doubled. Mass of water that rise will capillary tube will now be. Okay, എന്താ വെച്ചിരിക്കുന്നത്, ഒരു capillary rise ഉണ്ടായി, ഒരു എച്ച് ഹൈറ്റ് കാപ്പിലറി റൈസ് ഉണ്ടായി. അങ്ങനെ എച്ച് ഹൈറ്റ് കാപ്പിലറി റൈസ് ഉണ്ടായപ്പോഴത്തേക്കും ഇതിനകത്ത് കണ്ടെയ്ൻ ചെയ്ത് ലിക്വിഡിൻ്റെ മാസ് എത്ര ആയിരുന്നു, എം ആയിരുന്നു. ഇനി ഞാൻ എന്ത് ചെയ്തു, റേഡിയസ് വലുതാക്കി, റേഡിയസ് ഡബിൾ ആക്കിയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, എച്ച് കുറഞ്ഞു. ഓക്കെ, എച്ച് ഒബ്വിയസ്ലി എന്ത് ചെയ്യും, കുറയും, കാപ്പിലറി റൈസ് കുറയും. അപ്പോൾ പുതിയ മാസ് എത്ര എന്ന് എന്ത് ചെയ്തേക്കുന്നത്, ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇവിടെ റേഡിയസ് വലുതാക്കിയപ്പോൾ ഹൈറ്റ് കുറയുമെന്ന് എനിക്ക് എങ്ങനെ മനസ്സിലായി, എനിക്കറിയാം. തൊട്ട് മുന്നേ രണ്ടിടത്ത് കണ്ടപ്പോഴേ നമ്മൾ പറഞ്ഞായിരുന്നു എച്ച് ഈസിക്കൽ ടു എന്താ 2t cos θ ബൈ റോ ആർ ജി. അവിടെ എല്ലാം നമ്മൾ കണ്ടായിരുന്നു. ബാക്കി ലിക്വിഡ് മാറ്റുന്നില്ല, അതൊന്നും ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ആർ മാത്രമേ ഡിപ്പെൻഡ് ആയിട്ട് വരത്തുള്ളൂ. എച്ച് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താ 1/r ആയിരിക്കും. സർഫസ് ടെൻഷനും ജിയും റോയും ഒന്നും മാറ്റുന്നില്ല എങ്കിൽ ഓക്കെ, എച്ച് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും 1/r ആയിരിക്കും. നമ്മളിവിടെ ലിക്വിഡ് ചേഞ്ച് ചെയ്യുന്നില്ല, സോ ബാക്കിയെല്ലാം കോൺസ്റ്റന്റ്. എച്ച് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താ 1/r. റേഡിയസ് പകുതിയാക്കിയെന്ന് പറയുക, റേഡിയസ് എത്ര എന്ന് പറയുക, റേഡിയസ് ഇരട്ടിയാക്കിയെന്ന് പറയുക. റേഡിയസ് ഇരട്ടിയാക്കിയെങ്കിൽ ഹൈറ്റ് എന്ത് ചെയ്യും, ഹൈറ്റ് കുറയും. ഹൈറ്റ് എന്ത് ചെയ്യും, പകുതിയാവും അല്ലയോ, ഹൈറ്റ് എന്ത് ചെയ്യും, പകുതിയാവും. റേഡിയസ് ഇരട്ടിയാക്കിയാൽ ഹൈറ്റ് എന്ത് ചെയ്യും, പകുതിയാവും. ഓക്കെ, സോ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. H1/H2 ന്യൂ പുതിയത് ഇത് H2 ആണെന്ന് വിചാരിക്കുക. H1 എത്ര 1/R1. സോ 1/R1 ഡിവൈഡഡ് ബൈ ഇതെന്താ H2 എന്ന് പറയുന്നത് 1/R2 ആണ്. R2 എന്ന് പറയുന്നത് എത്ര 2R1 ആക്കി ഇല്ലയോ, ഇരട്ടിയാക്കി. അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് ചെയ്യും, R1 ക്യാൻസൽ ചെയ്യും, അടി കിടക്കുന്ന 2 എന്ത് ചെയ്യും, മേളിൽ പോവും. സോ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും H1 ഈസിക്കൽ ടു എന്താ 2H2, അല്ലെങ്കിൽ H2 ഈസിക്കൽ ടു എന്താ H1ൻ്റെ പകുതിയാവും അല്ലേ, H1ൻ്റെ പകുതിയാവും. സോ ഇവിടെ നമുക്ക് മനസ്സിലായി ഈ ഹൈറ്റ് എത്ര ആയി, അപ്പോൾ പകുതിയായി അല്ലയോ, h/2 ആയി ഹൈറ്റ്. ഓക്കെ, ഇനി നമ്മുടെ പറഞ്ഞിരിക്കുന്നത് ഈ മാസ് എത്ര എന്ന് കണ്ടുപിടിക്കാനാണ്. മാസ് എങ്ങനെ കണ്ടുപിടിക്കും, നമുക്കറിയാം ഡെൻസിറ്റി രണ്ട് സെയിം ലിക്വിഡ് തന്നെ. സോ ഡെൻസിറ്റി മാറുന്നില്ല. ഡെൻസിറ്റി ഈസിക്കൽ ടു എന്താ മാസ് ബൈ വോളിയം. അങ്ങനെയാണെങ്കിൽ മാസ് എന്ന് പറഞ്ഞാൽ എന്താ ഡെൻസിറ്റി ഇൻറ്റു വോളിയം. സോ ഡെൻസിറ്റി ഇൻറ്റു വോളിയം, ഡെൻസിറ്റി നമുക്ക് എന്ത് ചെയ്യാം, ഡെൻസിറ്റി അതേപോലെ തന്നെ എഴുതാം. വോളിയം എന്താ, വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്ട് ഏരിയ ഇൻറ്റു ഹൈറ്റ് അല്ലേ വോളിയം എന്ന് പറയുന്നത്. സോ ഏരിയ പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച് പറയാം അല്ലേ, പൈ R1 സ്ക്വയർ. ഫസ്റ്റ് ഇതായതുകൊണ്ട് R1 എന്ന് പറയാം, R1 സ്ക്വയർ എച്ച്. ഇതായിരുന്നു എം എന്ന് പറയുന്നത്. ഇനി എം ഡാഷ് എന്ന് പറയുന്നത് എന്താ, എം ഡാഷ് ഡെൻസിറ്റി അതേപോലെ എഴുതാം ഇൻറ്റു പൈ അതേപോലെ ആർ എന്ന് പറയുന്നത് എത്രയായി, ഇരട്ടിയാക്കി 2R ആക്കി അല്ലയോ. സോ R2 എന്ന് പറയുന്നത് എത്ര 2R ദ ഹോൾ സ്ക്വയർ വരും. 2R ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4R സ്ക്വയർ എന്ന് വരും അല്ലയോ, 4R സ്ക്വയർ ഇൻറ്റു എന്താ ചെയ്യുന്നത്, ഇൻറ്റു എച്ച് എത്രയായി h/2 ആയി, വിച്ച് ഈസ് ഈക്വൽ ടു എം ഡാഷ് എന്തായി ഡെൻസിറ്റി ഇൻറ്റു പൈ ഇൻറ്റു R1 സ്ക്വയർ ഇൻറ്റു എച്ച് ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 2 ഉണ്ടായിരുന്നു അല്ലേ. പൈ ആർ സ്ക്വയർ എച്ചും റോയും അതേപോലെ എഴുതി 4 ഡിവൈഡഡ് ബൈ 2 ഉണ്ടായിരുന്നു. 4/2 എത്ര 4/2 2 ആണ്. സോ ഡെൻസിറ്റി ഇൻറ്റു പൈ R1 സ്ക്വയർ ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, എം തന്നെയാണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എന്താ 2. ഓക്കെ, എം ഡാഷ് എന്ത് കിട്ടി, എം ഇൻറ്റു 2 എന്ന് കിട്ടി. ഈസി ആയിട്ട് ചെയ്തുകൂടെ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ആകെ അറിഞ്ഞിരിക്കേണ്ട എന്താ, നമ്മൾ ഇതാണ്ട് ഈ ഒരു സ്റ്റെപ്പാണ്. ബാക്കി നമുക്ക് റിലേഷൻ ഉണ്ടാക്കാനൊക്കെ അറിയാം. എച്ച് ഡയലി പ്രൊപ്പോർഷണൽ ടു 1/r ആണെന്നൊക്കെ അറിയാം. സോ H2 എന്ന് പറയുന്ന ഹൈറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. H1ൻ്റെ പകുതിയായിരിക്കും. സോ ഇക്വേഷന് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, അപ്ലൈ ചെയ്താൽ മതി. ഇവിടെ ഐഡിയ എന്താ യൂസ് ചെയ്തത്, ഡെൻസിറ്റി മാറുന്നില്ല, രണ്ടും സെയിം ലിക്വിഡാണ്. ഡെൻസിറ്റി ഈക്വൽ എന്താ മാസ് ബൈ വോളിയം. അതിൽ നിന്ന് മാസ് നമുക്ക് ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ മാസ് ഫസ്റ്റ് കേസിൽ മാസ് എത്ര, ഡെൻസിറ്റി ഇൻറ്റു ഫസ്റ്റ് കേസിലെ വോളിയം പൈ R1 സ്ക്വയർ എച്ച്. സെക്കൻഡ് കേസിലെ വോളിയം എത്ര, പൈ R2 സ്ക്വയർ എച്ച്. ഓക്കെ, ഇവിടെ സെക്കൻഡ് കേസിൽ h/2 ആണ്.
റേഡിയസ് 2r1 അല്ലയോ, റേഡിയസ് ഇരട്ടിയാക്കി അല്ലയോ, റേഡിയസ് ഇരട്ടിയാക്കിയത് 2r1 ആണ് പുതിയ റേഡിയസ്. ഓക്കെ, r1ൻ്റെ ഇരട്ടിയാക്കി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആൻസർ കിട്ടും. അങ്ങനെ ആയതാ നോക്കിയേ. A capillary tube of radius r is immersed in water and water rises in it to a height h. The mass of water is in the capillary tube is 5 gram. Another capillary tube of radius 2r is immersed in water. The mass of water that will rise in this tube is. Okay, ഇത് 2020 നീറ്റിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, സോ എന്താ ചോദിച്ചിരിക്കുന്നത്, നമ്മൾ തൊട്ട് മുന്നേ കണ്ട അതേ ക്വസ്റ്റ്യൻ തന്നെ, സെയിം ക്വസ്റ്റ്യൻ തന്നെ. എന്ത് ചെയ്തു, എച്ച് ഹൈറ്റിൽ വാട്ടർ റൈസ് ചെയ്തിട്ടുണ്ട്. ആ റൈസ് ചെയ്ത വാട്ടറിൻ്റെ വെയിറ്റ് എത്ര തന്നിട്ടുണ്ട്, 5 ഗ്രാമാന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പറയുകയാണ് റേഡിയസ് ഇരട്ടിയാക്കി, എന്നിട്ട് ഞാൻ റേഡിയസ് ഇരട്ടിയുള്ള വേറൊരു ക്യാപ്പിലറി ട്യൂബ് മുക്കാൻ പോവുക. അപ്പോൾ 2t cos θ ബൈ റോ ആർ ജിക്കകത്ത് ഏതെങ്കിലും മാറുന്നുണ്ടോ, മാറുന്ന ആകെ ഒരു വാല്യൂ ഏതാ, റേഡിയസ് മാത്രമാണ്. റേഡിയസ് ഇരട്ടിയാക്കി, സോ എച്ച് എന്താവും, എച്ച് നേരെ പകുതിയാവും. റേഡിയസ് ഇരട്ടിയാവുമ്പോൾ എച്ച് എന്താവും, പകുതിയാവും. സോ 2r ഉള്ള റേഡിയസ് ഉള്ള ക്യാപ്പിലറി ട്യൂബ് മുക്കി വയ്ക്കുമ്പോഴത്തേക്ക് എത്ര ഹൈറ്റിൽ പോവും, h/2 ഹൈറ്റിൽ പോവും. ഇനി നമ്മൾ എന്ത് ചെയ്യും, മാസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, മാസ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയം. അപ്പോൾ ഇവിടെ വോളിയം ചേഞ്ച് ആയിട്ടുണ്ട്. വോളിയം എങ്ങനെയാണ് ചേഞ്ച് ആയത്, വോളിയം എന്ന് പറയുന്നത് πr² ഇൻറ്റു എച്ച്, πr² ഇൻറ്റു എച്ച്. എച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ പുതിയ എച്ച് എത്ര, h/2 ആയി. ബാക്കി πr റേഡിയസ് എത്രയായി, 2r ആയി. ഓക്കെ, സോ തൊട്ട് മുന്നേ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി മാസ് എന്തായി, പുതിയ മാസം എന്തായിരിക്കും, ഇരട്ടിയായിരിക്കും, പഴയ മാസിൻ്റെ ഇരട്ടിയായിരിക്കും. സോ ഡയറക്റ്റ് നമുക്ക് ആൻസർ ചെയ്യാം. ഇവിടെ 5 ഗ്രാം അങ്ങനെയാണെങ്കിൽ 2r റേഡിയസ് ഉള്ള ക്യാപ്പിലറി മുക്കി വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നിറയുന്ന വാട്ടറിൻ്റെ മാസ് എത്ര ആയിരിക്കും, ഈ ആദ്യം നിറഞ്ഞതിൻ്റെ ഇരട്ടിയായിരിക്കും അല്ലയോ. m' ഈസ് ഈക്വൽ ടു 2m എന്നല്ലേ നമുക്ക് കിട്ടിയത്, പുതിയ മാസ് m' എത്ര കിട്ടിയത്, 2 ഇൻറ്റു പഴയ മാസ്. സോ ഡയറക്റ്റ് നമുക്ക് ആൻസർ ചെയ്യാം എത്ര, 2 ഇൻറ്റു 5 വിച്ച് ഈസ് ഈക്വൽ ടു 10 ഗ്രാം. ഓക്കെ ഓക്കെ, നോക്കിയാൽ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ലിക്വിഡ് റൈസസ് ടു എ ഹൈറ്റ് ഓഫ് 2 cm ഇൻ എ capillary tube and the angle of contact between the solid and the liquid is 0. ഓക്കെ, ആംഗിൾ ഓഫ് കോണ്ടാക്ട് 0 ആയിരുന്നു, 2 cm നിറഞ്ഞു നിന്നതാ. ഇനി എന്ത് ചെയ്ത്, if the tube is depressed more now so that the top of the capillary is only 1 cm above the liquid. ഓക്കെ, ക്യാപ്പിലറിയുടെ ടോപ്പ് എന്ത് ചെയ്തേക്കുക, 1 cm above the liquid, 1 cm ഉള്ള അതുവരെ എന്ത് ചെയ്തു, ലിക്വിഡ് താത്തു. then the apparent angle of contact between the solid and liquid is. ഓക്കെ, അപ്പം ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഇവിടെ എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തു. അതായത് തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താ, ഇവിടെ നമുക്കൊരു ബീക്കറിനകത്ത് കുറച്ച് ലിക്വിഡ് ഉണ്ടെന്ന് വിചാരിക്കുക, നമ്മളൊരു ക്യാപ്പിലറി ട്യൂബ് ഇറക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ ആ ക്യാപ്പിലറി റൈസ്, ആദ്യം ഉണ്ടായ ക്യാപ്പിലറി റൈസ് എത്ര, 2 cm. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവുക, ഇത് ഡിപ്പ് ചെയ്യാൻ പോവുക. ഈ എൻ്റെ കയ്യിരിക്കുന്ന ക്യാപ്പിലറി ട്യൂബ് ഞാൻ എന്ത് ചെയ്യാൻ പോവുക, കുറച്ചുകൂടെ ആഴത്തിലോട്ട് എന്ത് ചെയ്യുക, ഡിപ്പ് ചെയ്ത് വയ്ക്കുക. ഡിപ്പ് ചെയ്ത് ഞാൻ എന്ത് ചെയ്ത്, എത്ര വരെ ഡിപ്പ് ചെയ്ത്, ക്യാപ്പിലറി റൈസ് എത്രയേ വരുന്നുള്ളൂ. ഇനി ക്യാപ്പിലറി റൈസ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. സോ ക്യാപ്പിലറി റൈസ്, പുതിയ ക്യാപ്പിലറി റൈസ് എത്രയേ ഉണ്ടായിട്ടുള്ളൂ, 1 cm ഉണ്ടായിട്ടുള്ളൂ. പുതിയ ക്യാപ്പിലറി റൈസ് എത്ര, 1 cm. അതായത് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, capillary rise is only 1 cm above the liquid. ഓക്കെ, ലിക്വിഡിന് 1 cm അബോവിലേ എന്തേ ഉള്ളൂ, capillary rise ഇപ്പോൾ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ പുതിയ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ത് ചെയ്തേക്കുന്നത്, കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ, പുതിയ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഇപ്പോൾ ഒരു ക്യാപ്പിലറി ട്യൂബ് എടുക്കുക, അതിനകത്ത് സ്വാഭാവികമായിട്ടും അതെന്ത് ചെയ്യും, ഒരു റൈസ് ഉണ്ടാക്കും. ഞാനതിന് ഡിപ്പ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യും, ക്യാപ്പിലറി റൈസ് എന്ത് ചെയ്യും, കുറയും. പകരം അതെന്താവും, ഒരു മിനിസ്കസ് ഫോം ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, അത് തന്നെ ഒരു മിനിസ്കസ് ഫോം ചെയ്യും. അതായത് ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ക്യാപ്പിലറി റൈസിൻ്റെ ഇക്വേഷൻ എന്താ, H ഈസ് ഈക്വൽ ടു 2t cos θ ബൈ റോ ആർ ജി. നമ്മൾ റേഡിയസ് മാറ്റുന്നില്ല, ജി മാറ്റുന്നില്ല, റോ മാറ്റുന്നില്ല, 2t ഒന്നും മാറ്റുന്നില്ല. അങ്ങനെയാണ് നമുക്ക് മനസ്സിലായി, ഹൈറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആര് ചേഞ്ച് ആയിട്ടുണ്ട്, കോസ് തീറ്റ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് തീറ്റ എന്ത് ചെയ്തിട്ടുണ്ട്, ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു മിനിസ്കസ് ഫോം ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, ആ മിനിസ്കസ് ഫോം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് തന്നെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ത് ചെയ്യും, മാറുകയും ചെയ്യും. ഓക്കെ ഓക്കെ, സോ പുതിയ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് അല്ലയോ. h1/h2 ഈസ് ഈക്വൽ ടു, നമുക്ക് എന്ത് പറയാം, ഇതെല്ലാം കോൺസ്റ്റൻറ്റാണ്. എന്ത് ചെയ്യാം, കോസ് θ1/cos θ2 എന്ന് എഴുതിക്കൂടെ അല്ലേ, ബാക്കിയെല്ലാം എന്താ, കോൺസ്റ്റൻറ്റാണ്. സോ h1/h2 ഈസ് ഈക്വൽ ടു cos θ1/cos θ2 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം cos θ1 ഇനിഷ്യലി ഉള്ള ആംഗിൾ എത്ര ആയിരുന്നു, 0 ആയിരുന്നു. സോ cos θ1 എത്ര, cos 0 എത്രയാ, 1 ഡിവൈഡഡ് ബൈ cos θ2. h1 എത്ര, ഫസ്റ്റ് 2 cm ഉണ്ടായിരുന്നു, സെക്കൻഡ് എത്രയായി, 1 cm ആയി. ഓക്കെ, നമ്മൾ ഇതിനെയൊന്നും കൺവേർട്ട് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല, കാരണം 2 cm ഡിവൈഡഡ് ബൈ 1 cm. സോ യൂണിറ്റ് അവിടെ എന്ത് ചെയ്യുന്നില്ല, കാര്യമാവണ്ട, മാഗ്നിറ്റ്യൂഡ് മാത്രം ആലോചിച്ചാൽ മതി. യൂണിറ്റ് രണ്ടും എന്ത് ചെയ്യും, ക്യാൻസൽ ആയി പോകും.
2/1. അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റ 2 ഈസിക്കൽ എന്തെന്ന് കിട്ടും നമുക്ക് 1/2 എന്ന് കിട്ടും. കോസ് തീറ്റയുടെ ഏത് വാല്യൂവിനാണ് 1/2 കിട്ടുന്നത്? കോസ് 60 അല്ലേ, കോസ് 60 ഡിഗ്രി. സോ പുതിയ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എത്ര ഇവിടെ 60 ഡിഗ്രി ആവും. ഓക്കെ ഓക്കെ മനസ്സിലായേ? അപ്പോൾ ക്യാപിലറൈസിൻ്റെ പല വെറൈറ്റി ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ട്, അതേപോലെ തന്നെ എക്സസ് പ്രഷറിൻ്റെ പല വെറൈറ്റി ക്വസ്റ്റ്യൻസ് കണ്ട്, സർഫസ് എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് സർഫസ് ടെൻഷനുമായിട്ട് ബന്ധപ്പെട്ടേയും പല വെറൈറ്റി ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഓക്കെ, എ ബീക്കർ ഓഫ് റേഡിയസ് 15 cm is filled with liquid of surface tension 0.075 Newton per meter. Force across an imaginary diameter on the surface of the liquid is. ഓക്കെ, ഫോഴ്സ് എക്സൈറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുക. നമുക്ക് ഒരു ബീക്കർ ഉണ്ടായിരുന്നു, ആ ബീക്കറിലൊരു ഡയമീറ്റർ കൺസിഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ഇമാജിനറി ഡയമീറ്റർ. ബീക്കറിൻ്റെ റേഡിയസ് 15 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുക ഡയമീറ്റർ എത്ര ആയിരിക്കും? അപ്പം 30 cm ആയിരിക്കും. ഓക്കെ ഓക്കെ ഇനി എന്താ പറഞ്ഞേക്കുന്നത്? സർഫസ് ടെൻഷൻ 0.075 എന്ന് തന്നിട്ടുണ്ട്. ഫോഴ്സ് അക്രോസ് ആൻ ഇമാജിനറി ഡയമീറ്റർ ഓഫ് ദ സർഫസ് ഓഫ് ദ ലിക്വിഡീസ്. ഓക്കെ, ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് ഇക്വേഷൻ ഡയറക്റ്റ് അറിയാലേ, സർഫസ് ടെൻഷൻ ഉണ്ടെങ്കിൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ? F ഈസ് ഈക്വൽ ടു എന്താ? 2TL. ഓക്കെ, സോറി വേണ്ട, 2TL എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ എന്താ അതാ നോക്കിയാൽ സർഫസ് ടെൻഷൻ T ഈസ് ഈക്വൽ ടു എന്താ? ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്, അല്ലെ F/L എന്ന് എഴുതാം നമുക്ക്. അങ്ങനെയാണെങ്കിൽ F ഈസ് ഈക്വൽ ടു T ഇൻറ്റു L എക്സ്പോസ്ഡ് ആണെന്ന് നമുക്കറിയാം. ഇനി ഇതാണ്ട് ഈ കേസ് നോക്കിയാൽ നമ്മളൊരു ഒബ്ജക്റ്റ് വയ്ക്കുക, ഒരു വയറോ അല്ലെങ്കിൽ ഒരു നീഡിലോ ഒക്കെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പറയാം അവിടെ ലെങ്ത്, എക്സ്പോസ് ചെയ്യുന്ന ലെങ്ത് എത്ര ഉണ്ട്? 2 ഉണ്ട്. കാരണം നീഡിലോ വയറോ ഒക്കെ ആണെങ്കിൽ അതിൽ എന്ത് കാണും? എന്തായാലും ഒരു തിക്നെസ് ഉണ്ട്. സോ ഈ സൈഡിൽ ഒരു ലെങ്ത് കാണും, ഈ സൈഡിൽ ഒരു ലെങ്ത് കാണും. പക്ഷേ നമ്മളിവിടെ ഇമാജിൻ ചെയ്തേക്കുന്ന ഇമാജിനറി ഡയമീറ്ററാണ്. സോ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ലൈനാണ്, അതിന് തിക്നെസ് ഒന്നുമില്ല. സോ ഒറ്റ ലെങ്ത് ഉള്ളതായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? വിചാരിച്ചാൽ മതി. ഓക്കെ, സോ T ഇൻറ്റു L മാത്രം എടുത്താൽ മതി. വിച്ച് ഈസ് ഈക്വൽ ടു T എത്ര തന്നിട്ടുണ്ട്? 0.075 എന്ന് തന്നിട്ടുണ്ട്. 0.075 എന്ന് തന്നിട്ടുണ്ട്. ഇൻറ്റു ലെങ്ത് എത്ര? ലെങ്ത് 15 cm അല്ലെങ്കിൽ ഇവിടെ 30 സെൻറ്റിമീറ്റർ. നമുക്ക് ടെൻഷൻ ന്യൂട്ടണിലായിട്ട് ചെയ്യുന്ന സെൻറ്റിമീറ്റർ നമ്മൾ എന്താക്കാൻ നേരം? മീറ്ററിലാക്കാം. ഓക്കെ, സോ സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ 10⁻², വിച്ച് ഈസ് ഈക്വൽ ടു ആൻസർ എന്ത് കിട്ടും? അതാ നോക്കിയാൽ 0.075 ഇൻറ്റു 30 ഇൻറ്റു 10⁻², 0.75 ഇൻറ്റു 3 ഇൻറ്റു 10⁻² എന്ന് എഴുതാം നമുക്ക്. 0.75 ഇൻറ്റു 3 എത്ര? 225. 2 പോയിന്റ് മാറ്റി കൊടുക്കും. 2.25 ഇൻറ്റു 10⁻². ഓക്കെ, സോ 2.25 ഇൻറ്റു 10⁻² ന്യൂട്ടൺ ആൻസർ കിട്ടും അല്ലേ. ഓപ്ഷൻ ഡി ആയിരിക്കും എന്തോന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അങ്ങനെ എന്താ നോക്കിയാൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ തിൻ ലിക്വിഡ് ഫിലിം ഫോംഡ് ബിറ്റ്വീൻ യു ഷേപ്ഡ് വയർസ്. ഓക്കെ, യു ഷേപ്ഡ് വയർ ഉണ്ടായിരുന്നു, ഒരു തിൻ ഫിലിം ഫോം ചെയ്തിട്ടുണ്ട്. വെയിറ്റ് എത്ര? വെയിറ്റ് ഓഫ് 1.5 ഇൻറ്റു 10⁻², അത്രയും വെയിറ്റ് ഉണ്ട്. ദ ലെങ്ത് ഓഫ് ദ സ്ലൈഡർ ഈസ് 30 cm. ഈ ലെങ്ത് തന്നിട്ടുണ്ട് 30 cm. ആൻഡ് ഇറ്റ്സ് വെയിറ്റ് നെഗ്ലിജിബിൾ. ദ സർഫസ് ടെൻഷൻ ഓഫ് ദ ലിക്വിഡ് ഫിലിം ഈസ്. ഓക്കെ, ഈ സ്ലൈഡറിൻ്റെ വെയിറ്റ് എന്താ? നെഗ്ലക്റ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഫിലിമിൻ്റെ സർഫസ് ടെൻഷനാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ സോ നോക്കിയേ, നമുക്കറിയാം ഫോഴ്സ്, നമുക്കറിയാം ഈ വെയിറ്റും ഈ സർഫസ് ടെൻഷൻ കാരണമുള്ള ഫോഴ്സും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അങ്ങനെ സെയിം ആണെങ്കിൽ എന്ത് ചെയ്യാം? അത് ബാലൻസ് ആയിട്ട് നിൽക്കും അല്ലയോ. ഈ ലിക്വിഡിൻ്റെ സർഫസ് ടെൻഷൻ കാരണം എന്ത് ചെയ്യും? ഈ വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യുന്നത് ശരിയാണ്. പക്ഷേ ആ സ്ലൈഡറിനെ ആര് പിടിച്ചു നിർത്തിയിട്ടുണ്ട്? സ്ലൈഡർ വാട്ടറുമായിട്ട് ഇങ്ങനെ കോണ്ടാക്ട് നിൽക്കുക അല്ലയോ. അപ്പോൾ വാട്ടറിൻ്റെ സർഫസ് ടെൻഷൻ എന്ത് ചെയ്യുന്നുണ്ട്? സ്ലൈഡറിനെ പിടിച്ചു നിർത്തുന്നുണ്ട് അല്ലേ. അപ്പോൾ സ്ലൈഡറിനകത്ത് ആക്ട് ചെയ്യുന്ന സർഫസ് ടെൻഷൻ മുകളിലോട്ട് വാട്ടറിൻ്റെ അകത്തോട്ട് പിടിച്ച് നിർത്തും, വെയിറ്റ് താഴോട്ടും വലിക്കും. സോ സർഫസ് ടെൻഷനും വെയിറ്റും എന്ത് ചെയ്യണം? ഈക്വൽ ആവണം. അങ്ങനെ ഈക്വൽ ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് ഇക്വിലിബ്രിയത്തിൽ നിൽക്കും, വെയിറ്റിനെ ബാലൻസ് ചെയ്ത് നിർത്തുകയും ചെയ്യും. ഓക്കെ, സോ സർഫസ് ടെൻഷൻ കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കേണ്ടേ. സർഫസ് ടെൻഷൻ കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് എത്ര? F ഈസ് ഈക്വൽ ടു സർഫസ് ടെൻഷൻ ഇൻറ്റു ലെങ്ത് എക്സ്പോസ്ഡ് ലെങ്ത്. ഇവിടെ ലെങ്ത് എന്താ? നമുക്കറിയാം ഒരു സ്ലൈഡർ ആകുമ്പോൾ മാത്രമല്ല ഒരു ഫിലിമാണ് ഉണ്ടായിരിക്കുന്നത്. ആ ഫിലിമിന് 2 ലെയറുകൾ എന്തായാലും ഉണ്ട് ഫിലിമിന് അല്ലയോ. സോ ആ സ്ലൈഡറിന് ഒരു തിക്നെസ്സും ഉണ്ട്. അപ്പോൾ ആ സ്ലൈഡറിൻ്റെ 2 ലെങ്തിലും എന്ത് ചെയ്യുന്നുണ്ട്? ആ ലെയർ പിടിക്കുന്നുണ്ട് അല്ലയോ. അപ്പോൾ സർഫസ് ടെൻഷൻ കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് എവിടെ നിന്നൊക്കെ ഉണ്ട്? ഇവിടുത്തെ ലെയറിൽ നിന്നുണ്ട്, ഈ സൈഡിലെ ലെയറിൽ നിന്നുണ്ട്. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും T ഇൻറ്റു എത്ര ലെങ്ത് എടുക്കേണ്ടി വരും? 2L എടുക്കേണ്ടി വരും അല്ലേ. തന്നെ നമ്മൾ പഠിച്ചതല്ലയോ. നമ്മൾ റെക്റ്റാങ്കുലർ ഫിലിമൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബബിളൊക്കെ ആണെങ്കിൽ 2 സർഫസ് ഏരിയ വരും. ഇവിടെ സെയിം കൺസെപ്റ്റ് തന്നെ. ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ സ്ലൈഡർ കോണ്ടാക്ട് വരുമ്പോൾ എത്ര ലെയറുമായിട്ട് കോണ്ടാക്ട് വരുന്നുണ്ട്? 2 ലെയറുമായിട്ട് കോണ്ടാക്ട് വരുന്നുണ്ട് അല്ലയോ. ഓക്കെ, അല്ലെങ്കിൽ എക്സ്പോസ്ഡ് ലെങ്ത് എന്ന് പറയുന്ന സ്ലൈഡറിൻ്റെ എക്സ്പോസ്ഡ് ലെങ്ത് എന്ന് പറയുന്നത് ഏതാ? ഈ ലെങ്തും വരും,
ഇപ്പുറത്തെ സൈഡിലെ ലെങ്തും വരും. ഓക്കെ ആണോ? കൺസെപ്റ്റ് ഓക്കെ അല്ലയോ? ഓക്കെ. സോ ടി ഇൻറ്റു എന്താ 2L, അതായിരിക്കും ടോട്ടൽ ഫോഴ്സ്, സർഫസ് ടെൻഷൻ കാരണമുള്ള ടോട്ടൽ ഫോഴ്സ്. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി, എന്തായാലും ഈ സൈഡിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യും എഫ്, ഈ സൈഡിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യും എഫ്. സോ സർഫസ് ടെൻഷൻ കാരണം ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്ര? 2F എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. ശരിക്കും അത് തന്നെ നമ്മൾ ഈ എഫ് എന്നും പറഞ്ഞ് കണ്ടുപിടിക്കുന്നത്. ഈ എഫ് എന്ന് പറഞ്ഞാൽ എന്താ? നെറ്റ് ഫോഴ്സാണ്. സർഫസ് ടെൻഷൻ കാരണമുള്ള ടോട്ടൽ ഫോഴ്സാണ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ 2F എന്ന് എഴുതുന്നില്ലെന്നേ ഉള്ളൂ. സർഫസ് ടെൻഷൻ കാരണമുള്ള ടോട്ടൽ ഫോഴ്സ്, ആ സ്ലൈഡർ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ്. ഓക്കെ ആണോ? ഓക്കെ. സോ എഫ് ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു എന്താ 2L. എൽ എത്ര ഇവിടെ? എൽ നമുക്കറിയാം 30 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലയോ? 30 സെൻറ്റിമീറ്റർ. എഫ് നമുക്ക് ന്യൂട്ടൺ പെർ മീറ്ററിലല്ലയോ സർഫസ് ടെൻഷനാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലയോ? ന്യൂട്ടൺ പെർ മീറ്ററില്ല. സോ ഇതെല്ലാം എന്ത് ചെയ്യണം, നമുക്ക് SI യൂണിറ്റിൽ എഴുതാം. സോ 30 സെൻറ്റിമീറ്ററിന് എന്ത് ചെയ്യണം, മീറ്റർ ആക്കണം. 10⁻². ഫോഴ്സ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? ഫോഴ്സ് എത്ര? വെയിറ്റ്, സപ്പോർട്ട് ചെയ്യുന്ന വെയിറ്റ് തന്നിട്ടുണ്ട് അല്ലേ? എഫ് തന്നിട്ടുണ്ട്. ഇത്രയും വെയിറ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, തിരിച്ച് ഫോഴ്സ് ആയിട്ട് കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിലല്ലേ ഇത് ബാലൻസിലാകത്തുള്ളൂ. സോ സർഫസ് ടെൻഷൻ കാരണം കിട്ടേണ്ട ഫോഴ്സ് എത്ര ആയിരിക്കണം? ഈ വെയിറ്റിന് ഈക്വൽ ആയിരിക്കണം. വെയിറ്റ് തന്നിട്ടുണ്ട് എത്ര? 1.5 × 10⁻². സോ 1.5 × 10⁻² ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു 2 × 30. 2 × 30 എത്ര? 60. ഓക്കെ. സോ 10⁻² നമുക്ക് എന്ത് ചെയ്യാം, ഈ സൈഡിൽ നിന്നും ഈ സൈഡിൽ നിന്ന് ക്യാൻസൽ ചെയ്ത് കളയാം. ടി ഈസ് ഈക്വൽ ടു എന്താ? 1.5/60 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 1.5/60. നമുക്കൊരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 15/600 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു. ഓക്കെ, അതെങ്ങനെ ക്യാൻസൽ ചെയ്യാം? 15 4 ക്യാൻസൽ ചെയ്യാം. സോ 1/40 എന്ന് കിട്ടും അല്ലേ? 1/4 എന്ന് പറഞ്ഞാൽ എത്ര? 0.25. ഓക്കെ, ഡിവൈഡഡ് ബൈ എന്തുകൊണ്ട്? 10 ഉണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു എന്താ? 1/40 1/4 × 10 എന്ന് വിളിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ 1/4 എന്ന് പറയുന്നത് 0.25 കിട്ടും, ഡിവൈഡ് ബൈ 10. അപ്പോൾ എന്ത് കിട്ടും? 0.025 Nm/m എന്ന് കിട്ടും. ഓക്കെ, സോ 0.025 Nm/m. ഓപ്ഷൻ സി ആയിരിക്കും എന്തോന്ന് കറക്റ്റ് ആൻസർ. അങ്ങനെ ഇതാ നോക്കിയേ, ഇവിടെ വേറെ റൂസ്റ്റ് എന്ന് നോക്കിയേ. ദ ലെങ്ത് ഓഫ് എ നീഡിൽ ഫ്ലോട്ടിംഗ് ഓൺ വാട്ടർ ഈസ് 2.5 cm. ദ മിനിമം ഫോഴ്സ് ഇൻ അഡീഷൻ ടു its weight needed to lift the needle above the surface of water will be സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു നീഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഒരു ലിക്വിഡിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു നീഡിൽ ഇട്ടിട്ടുണ്ട്. ഇനി എന്താ പറയുന്നത്? നീഡിൽ എന്ത് ചെയ്യാൻ പോവുക? വലിച്ചെടുക്കാൻ പോവുക. ഓക്കെ, പൊക്കി എടുക്കാൻ പോവുക. ദ മിനിമം ഫോഴ്സ് ഇൻ അഡീഷൻ ടു ഇറ്റ് വെയിറ്റ്. അപ്പം വെയിറ്റ് കൂടാതെ എത്ര ഫോഴ്സ് വേണമെന്നാണ് കണ്ടുപിടിക്കുന്നത്. വെയിറ്റ് താഴോട്ട് വലിക്കുന്നുണ്ട്. ഓക്കെ, അതെന്തായാലും ഞാൻ മുകളിലോട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആ വെയിറ്റ്, താഴോട്ടുള്ള വെയിറ്റ്, അതിന് പകരമായിട്ടൊരു വെയിറ്റ് ഞാൻ കൊടുക്കുന്നുണ്ട് ആൾറെഡി. ഇനി അത് കൂടാതെ ഞാൻ എത്രത്തോളം വെയിറ്റും കൂടെ കൊടുക്കണം ഇത് പൊക്കിയെടുക്കാൻ. അത് കൂടാതെ എത്രത്തോളം വെയിറ്റ് കൊടുക്കണം? നമുക്കറിയാം, താഴോട്ട് വലിക്കുന്ന ആരാ? വെയിറ്റും പിന്നെ സർഫസ് ടെൻഷൻ കാരണമുള്ള ഫോഴ്സും. സോ വെയിറ്റിനുള്ളത് ഞാൻ എന്തായാലും കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അധികം എത്ര കൊടുക്കണമെന്ന് ചോദിക്കുന്നത്? അധികം എത്ര കൊടുക്കണം? സർഫസ് ടെൻഷൻ എത്രയാണോ താഴോട്ട് വലിക്കുന്നത് അത്ര എന്ത് ചെയ്യണം? അധികം കൊടുക്കേണ്ടി വരും. ഓക്കെ ആണോ? അപ്പോൾ സർഫസ് ടെൻഷൻ എത്ര താഴോട്ട് വലിക്കുന്നത്? അതുകൊണ്ട് ഇത് ആലോചിക്കുക. എപ്പോഴും നീഡിൻ്റെ കേസ് ആലോചിക്കുമ്പോൾ ആലോചിക്കുക, ഫോഴ്സ് താഴോട്ട് സർഫസ് ടെൻഷൻ കാരണം എന്താണ്ട് ഈ ലിക്വിഡ് സറൗണ്ട് ചെയ്തേക്കുന്ന ലിക്വിഡ് കാരണം എന്ത് ചെയ്യും? നമ്മൾ പൊക്കിയെടുക്കാൻ നോക്കുകയാണെങ്കിൽ ഒരു ഫോഴ്സ് എന്ത് ചെയ്യും? സർഫസ് ടെൻഷൻ കാരണം ഒരു ഫോഴ്സ് എന്ത് ചെയ്യും? താഴോട്ട് വലിക്കും. ആ ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? എഫ് ഈസ് ഈക്വൽ ടു സർഫസ് ടെൻഷൻ ഇൻറ്റു എക്സ്പോസ്ഡ് ലെങ്ത്. എത്ര ലെങ്ത് ഉണ്ട്? താണ്ട് ഈ സൈഡും ഉണ്ട് ഈ സൈഡും ഉണ്ട് ശരിക്കും പറഞ്ഞല്ലോ. സോ എത്ര ഉണ്ട്? 2L ഉണ്ട്. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ പൊക്കിയെടുക്കുന്ന കേസിൽ നമ്മൾ ഈ എഫ് ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു 2L എന്ന് മാത്രമുള്ള ഇക്വേഷൻ മാത്രം എന്ത് ചെയ്താൽ മതി? ആലോചിച്ചാൽ മതി. കാരണം ഈ പൊക്കിയെടുക്കുമ്പോൾ ആക്ട് ചെയ്യുന്ന ഈ സർഫസ് ടെൻഷൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? നാണ്ട ഇങ്ങനെ താഴോട്ട് കറക്റ്റ് ഡൗൺവേർഡ്സ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതല്ലാതെ വേറൊരു കേസുണ്ട്. വെറുതെ ഒരു നീഡിൽ ഇങ്ങനെ ലിക്വിഡിനകത്ത് ഫ്ലോട്ട് ചെയ്യുക, ലിക്വിഡിനകത്ത് കിടക്കുക. അങ്ങനെയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ആംഗിളിലായിരിക്കും ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സർഫസ് ടെൻഷൻ്റെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഒരു ആംഗിളിലായിരിക്കും, അത് തീറ്റ ആംഗിളിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഇക്വേഷൻ എന്താ? ഫോഴ്സ്, നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ടി ഇൻറ്റു 2L ഇൻറ്റു സൈൻ തീറ്റ എന്നും കൂടെ യൂസ് ചെയ്യണം. ഫ്ലോട്ട് ചെയ്യുന്ന കേസാണെങ്കിൽ എന്ത് ചെയ്യണം? ടി ഇൻറ്റു 2L ഇൻറ്റു സൈൻ തീറ്റ എന്നും കൂടെ യൂസ് ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതാണ്ട് സർഫസ് ടെൻഷൻ കാരണമുള്ള ഫോഴ്സ് ഇതാ ടിയ. ഇനി അതിൻ്റെ ഏത് കമ്പോണൻ്റാണ് വെയിറ്റ് എപ്പോഴും അങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? നേരെ താഴോട്ട്. അപ്പം ഈ സർഫസ് ടെൻഷൻ്റെ ഏത് കമ്പോണൻ്റ് ആയിരിക്കും ഇതിനെ ബാലൻസ് ചെയ്യുന്നത്? നമ്മുടെ സൈൻ കമ്പോണൻ്റ് ആയിരിക്കും ബാലൻസ് ചെയ്യുന്നത് അല്ലയോ? കോസ് കമ്പോണൻ്റ് എന്ത് ചെയ്യും? ബാലൻസ് ചെയ്തില്ല. ശരിക്കും പറഞ്ഞാൽ കോസ് കമ്പോണൻ്റ് ഏതാണ്ട് ഈ സൈഡിൽ നിന്ന് ഒരു ഫോഴ്സ്, ഈ സൈഡിൽ നിന്ന് ഒരു ഫോഴ്സ്, കോസ് കമ്പോണൻ്റ് രണ്ടും എന്ത് ചെയ്യും? ക്യാൻസൽ ആയിപ്പോവും. എഫക്റ്റീവായിട്ട് ഈ സർഫസ് ടെൻഷൻ കാരണമുള്ള ഏത് കമ്പോണൻ്റ്? വെർട്ടിക്കൽ കമ്പോണൻ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഇതിനെ ബാലൻസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഓക്കെ, അപ്പം നമ്മൾ ഒരു നീഡിൽ ഫ്ലോട്ട് ചെയ്യുന്ന ഒരു കേസാണ് പറയുന്നതെങ്കിൽ ഫ്ലോട്ട് ചെയ്യാനായിട്ട് എത്രത്തോളം
സർഫസ് ടെൻഷൻ കാരണം എത്രത്തോളം ഫോഴ്സ് വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും? എഫ് ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു 2L ഇൻറ്റു എന്ത് ചെയ്യണം? ഒരു സൈൻ തീറ്റയും കൂടെ ചെയ്യണം. ഓക്കെ, അപ്പോൾ വെർട്ടിക്കൽ കമ്പോണൻറ്റ്, സർഫസ് ടെൻഷൻ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന വെർട്ടിക്കൽ കമ്പോണൻ്റ് ആണ് എന്ത് ചെയ്യുന്നത്? അതിനെ ബാലൻസ് ചെയ്ത് ആ വെള്ളത്തിൽ തന്നെ നിർത്തുന്നത്. ഓക്കെ, അപ്പോൾ ആ കൺസെപ്റ്റോടെ എന്ത് ചെയ്യുക? പുറത്ത് വെച്ചേക്കുക. ഇനി ലിഫ്റ്റ് ചെയ്യുന്ന കേസ് ആണെങ്കിൽ നിങ്ങൾ സൈൻ തീറ്റയെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട. കാരണം ആ സർഫസ് ടെൻഷൻ കാരണമുള്ള ഫോഴ്സ് എന്ത് ചെയ്യും? ഡയറക്റ്റ് ഡൗൺവേർഡ്സ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ആക്ട് ചെയ്യുന്നത്. ഓക്കെ സോ എഫ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് ലിഫ്റ്റ് ചെയ്യുന്ന കേസാണ്. സോ എഫ് ഈസ് ഈക്വൽ ടു എന്താ? ടി ഇൻറ്റു 2L അത്ര എടുത്താൽ മതി. വിച്ച് ഈസ് ഈക്വൽ ടു ടി ആണ് നമുക്ക് ടി എത്ര തന്നിട്ടുണ്ട്? 0.072 ഇൻറ്റു 2 ഇൻറ്റു ലെങ്ത് എത്രയാണ്? 2.5 സെൻറ്റിമീറ്റർ അല്ലേ? 2.5 സെൻറ്റിമീറ്റർ നമുക്ക് എന്ത് ചെയ്യാം? മീറ്ററിലോട്ടാക്കാം. 2.5 ഇൻറ്റു 10⁻². വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ഇത് 5 കിട്ടും. 5 ഇൻറ്റു 0.072 ഇൻറ്റു 10⁻², വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 0.36 ഇൻറ്റു 10⁻² എന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് പറയാം 3.6 എന്നും പറഞ്ഞ ഓപ്ഷനിൽ കിടക്കുന്നത് അല്ലയോ? അപ്പോൾ അതായത് എന്താ ചെയ്യുന്നത്? ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് ചെയ്യും? അത് 10⁻³ ആവും. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? 3.6 എന്ന് എഴുതാം. സോ 3.6 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ എന്ന് കിട്ടും അല്ലയോ? 3.6 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ. ഓക്കെ. A 10 centimeter long wire is placed horizontally on the surface of water and is gently pulled up with a force of 2 into 10⁻² Newton to keep the wire in equilibrium. The surface tension of the water is okay. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്ന? ഒരു ലോങ് വയർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ലോങ് വയർ എന്ത് ചെയ്യാൻ പോവുക? പ്ലേസ് ചെയ്തിട്ട് അതിനെ പുള്ള് ചെയ്ത് വലിക്കാൻ പോവുക. ഓക്കെ, അപ്പോൾ വലിക്കാനായിട്ട് ഞാൻ എത്ര ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്? 2 ഇൻറ്റു 10⁻² ഫോഴ്സ് കൊടുത്തു. പക്ഷേ അത് വന്നോ? ഇല്ല. കാരണം 2 ഇൻറ്റു 10⁻² ഫോഴ്സ് അത് കൊടുത്തു. ആ കൊടുത്തപ്പോഴത്തേക്ക് അത് എന്ത് ചെയ്തു? ഇക്വിലിബ്രിയത്തിലായി നിൽക്കുക. ഓക്കെ, ഇക്വിലിബ്രിയത്തിലായിട്ട് നിൽക്കുക. അപ്പോൾ താഴോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതൊക്കെയാണ്? വെയിറ്റും ഉണ്ട്, സർഫസ് ടെൻഷനും ഉണ്ട്. ഇത് ഇക്വിലിബ്രിയത്തിൽ നിൽക്കുമ്പോൾ മേളിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സും താഴോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സും എന്താ? ഈക്വൽ ആയിരിക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ വെയിറ്റിനെ കുറിച്ച് ഒന്നും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ക്വസ്റ്റിന് പറഞ്ഞിട്ടില്ല. നോക്കിയേ, ഇവിടെ ഏതെങ്കിലും ആ വയറിൻ്റെ വെയിറ്റിനെ കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ല. സോ വയറിൻ്റെ വെയിറ്റിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. വയറിൻ്റെ വെയിറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്തേനെ? ഞാൻ മേളിലോട്ട് കൊടുക്കുന്ന ഫോഴ്സും സർഫസ് ടെൻഷൻ കാരണമുള്ള ഫോഴ്സ് താഴോട്ടുണ്ട്, വെയിറ്റ് ഡൗൺവേർഡ് ആയിട്ടുണ്ട്. ഞാൻ മേളിലോട്ട് കൊടുക്കുന്ന ഫോഴ്സ് മേളിലോട്ടുണ്ട്. ഓക്കെ, സോ മേളിലോട്ട് കൊടുക്കുന്ന ഫോഴ്സ് എന്തിനൊക്കെ ഈക്വൽ ആവണം? താഴോട്ടുള്ള വെയിറ്റിനും സർഫസ് ടെൻഷൻ കാരണമുള്ള താഴോട്ടുള്ള ഫോഴ്സിനും ഈക്വൽ ആവണം. ഓക്കെ ആണോ? വലിക്കുന്ന കേസിൽ, ഇങ്ങനെ മുകളിലോട്ട് പൊക്കുന്ന കേസിൽ. ഇവിടെ പക്ഷേ വെയിറ്റിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ എന്ത് അസ്യൂം ചെയ്യേണ്ടി വരും? നമ്മൾ വെയിറ്റ് എന്തായിട്ട് അസ്യൂം ചെയ്യേണ്ടി വരും? 0 ആയിട്ട് അസ്യൂം ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നെഗ്ലിജിബിൾ വെയിറ്റ് ഉള്ള ഒരു വയറാണെന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അസ്യൂം ചെയ്യേണ്ടി വരും. സോ ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നെഗ്ലിജിബിൾ വെയിറ്റ് ഉള്ള വയറാണെന്ന് അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ മുകളിലോട്ട് പോകുന്ന ഫോഴ്സും മുകളിലോട്ട് പൊക്കാൻ ശ്രമിക്കുമ്പോൾ താഴോട്ടുള്ള സർഫസ് ടെൻഷൻ എന്താവണം? ഈക്വൽ ആവണം. അങ്ങനെ ഈക്വൽ ആവുന്ന കേസിലാവുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഇത് ഇക്വിലിബ്രിയത്തിൽ നിൽക്കും. ഓക്കെ, സോ മുകളിലോട്ട് കൊടുത്ത ഫോഴ്സ് എത്ര? 2 ഇൻറ്റു 10⁻², വിച്ച് ഈസ് ഈക്വൽ ടു അതെന്തായിരിക്കണം? സർഫസ് ടെൻഷൻ കാരണം ആ വയറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് സെയിം ആയിരിക്കണം. സർഫസ് ടെൻഷൻ കാരണം ആ വയറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്ര? നമുക്കറിയാം, ഒരു ലോങ് വയറാ. സോ രണ്ട് ലെങ്തും എക്സ്പോസ് ആയിട്ട് വരുന്നുണ്ട് അല്ലയോ? സോ നമ്മൾ എന്ത് ഇക്വേഷൻ എന്ത് എഴുതും? 2 ഇൻറ്റു ടി ഇൻറ്റു എൽ, 2 ഇൻറ്റു ടി ഇൻറ്റു എൽ. ലെങ്ത് എത്ര തന്നിട്ടുണ്ട്? 10 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ 10⁻². ഓക്കെ ആണേ? ഓക്കെ, സോ 10⁻², ക്യാൻസൽ ആവും. 2 ക്യാൻസൽ ആവും. ടി ഈസ് ഈക്വൽ ടു 1/10 എന്ന് കിട്ടും. അതായത് 0.1 എന്ന് കിട്ടും. സർഫസ് ടെൻഷനിൽ കണ്ടുപിടിക്കേണ്ടത് നമുക്ക്. ഓക്കെ, സർഫസ് ടെൻഷൻ കിട്ടി 0.1. ഓക്കെ ആണേ? ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്ത് എന്താണെന്ന് മനസ്സിലായില്ല. വെയിറ്റ് നെഗ്ലക്റ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്ത് കൺസിഡർ ചെയ്ത്. അല്ലാത്ത കേസ് വെയിറ്റ് ഒരിക്കലും എന്ത് ചെയ്യരുത്? നെഗ്ലക്റ്റ് ചെയ്യരുത്. പിന്നെ അതേപോലെ ഓർക്കുക, പൊക്കി എടുക്കുന്ന കേസ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആംഗിൾ ഒന്നും കൺസിഡർ ചെയ്യേണ്ട. പക്ഷേ വെറുതെ ബോഡി ഫ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ വെർട്ടിക്കൽ കമ്പോണൻറ്റ്, നമ്മുടെ ടെൻഷൻ, സർഫസ് ടെൻഷൻ കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് എത്ര? 2TL, അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ്, അതായത് സൈൻ തീറ്റ 2TL സൈൻ തീറ്റ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? വെയിറ്റിനെ ബാലൻസ് ചെയ്യുന്നത് ഫ്ലോട്ട് ചെയ്യുന്ന കേസിൽ. ഓക്കെ, ഒരു എൽ ലെങ്ത് ഉള്ള വയർ കിടക്കുകയാണെങ്കിൽ. ഓക്കെ, സോ ആ കാര്യം ഓർക്കുക. അതേപോലെ ആ തീറ്റ എന്തായിരുന്നു? തീറ്റ എവിടെ നിന്ന് കിട്ടും നമുക്ക്? തീറ്റ താണ്ട് ഇങ്ങനെ മെൻഷൻ ചെയ്യും. ഓക്കെ, തീറ്റ ഇതായിരിക്കും ഫോഴ്സ്. സർഫസ് ടെൻഷൻ കാരണമുള്ള ഫോഴ്സ് എഫ് എന്ന് വിളിക്കാം. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ F/2 ആയിരിക്കും. ഇവിടെ ഒരു F/2 വരും. ടോട്ടൽ എഫ് എന്ന് പറയുന്ന ഫോഴ്സ് ആക്ട് ചെയ്യും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ F/2 ഈസ് ഈക്വൽ ടു 2TL സൈൻ തീറ്റ അല്ലേ? എഫ് ഈസ് ഈക്വൽ ടു 2TL സൈൻ തീറ്റ തന്നെ. ടോട്ടൽ നെറ്റ് ഫോഴ്സ് തന്നെയാണ് പറയുന്നത്. ഓക്കെ,
സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് എന്തെങ്കിലും കോൺസെപ്റ്റോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോഴും സ്റ്റിൽ ഡൗട്ടുണ്ട്, ക്ലാരിറ്റി ഇല്ല, കോൺസെപ്റ്റുകളിൽ ക്ലാരിറ്റി ഇല്ല എങ്കിൽ ഓക്കെ, ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആകുമ്പോഴും കോൺസെപ്റ്റുകളിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ആ സ്പെസിഫിക് കോൺസെപ്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാസ്റ്റർ ക്ലാസ് കണ്ട് ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ട് പോകുക. ഓക്കെ, അപ്പം അങ്ങനെ ക്ലിയർ ആക്കിയെങ്കിൽ മാത്രമേ ഈ ചാപ്റ്ററിൻ്റെ റിവിഷൻ കംപ്ലീറ്റ് ആയെന്ന് പറയാൻ പറ്റത്തുള്ളൂ. സോ എന്ത് ചെയ്യണം, എന്തെങ്കിലും കോൺസെപ്റ്റിൽ ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ആ ഡൗട്ട് ചോദിക്കുക, ഒന്നെങ്കിൽ ഡൗട്ട് ചോദിക്കുക, ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്ത് പോവുക, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, മാസ്റ്റർ ക്ലാസ് ഒന്നുകൂടെ കണ്ടു നോക്കുക. മാസ്റ്റർ ക്ലാസ് ഒന്നുകൂടെ കണ്ട്, കാരണം അതിൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് ഡെപ്തിൽ ക്ലാസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പറയുന്നുണ്ട് കോൺസെപ്റ്റുകൾ ഓരോന്നും. അപ്പം ആ ക്ലാരിറ്റിക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾ ആ മാസ്റ്റർ ക്ലാസ് ഒന്നുകൂടെ കണ്ട് നിങ്ങൾ ആ സ്പെസിഫിക് ടോപ്പിക്ക്, നമുക്കറിയാം മാസ്റ്റർ ക്ലാസ് എല്ലാം ടോപ്പിക്ക് വൈസായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ആ ടോപ്പിക്ക് നോക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അത് ആ ടോപ്പിക്ക് മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. സോ അങ്ങനെ ക്ലിയർ ചെയ്ത് കോൺസെപ്റ്റൊക്കെ കട്ട ക്ലിയർ ആക്കി തന്നെ എന്ത് ചെയ്യാവൂ, മുന്നോട്ട് പോകാവൂ. ഓക്കെ, അങ്ങനെയാണെങ്കിലേ നമ്മുടെ റിവിഷൻ കംപ്ലീറ്റ് ആയി നമുക്ക് പറയാൻ പറ്റും. സോ അപ്പം നമുക്ക് മറ്റൊരു ചാപ്റ്ററിൻ്റെ റിവിഷനായിട്ട് കാണാം. ഹാപ്പി ലേണിംഗ്, ബൈ.